23 ദിനം നീണ്ട ശാക്തിക ബലാബലത്തിനും അർത്ഥവിരാമം. നിലമ്പൂർ ജനത അവരുടെ സമ്മതിദാനം പെട്ടിയിലിട്ടു. പോളിംഗ് ശതമാനം 2021 അപേക്ഷിച്ച് ഇടിഞ്ഞിട്ടുണ്ട്. ചതുഷ്കോണ മത്സരത്തിൽ നിലമ്പൂർ ആർക്കൊപ്പം നിലകൊണ്ടു എന്നതിൻ്റെ വിലയിരുത്തലാണ് ഇനി 23 വരെ. ഏതൊക്കെ ഘടകങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയത്? നെഗറ്റീവും പോസിറ്റീവുമായ വോട്ടുകളുടെ ശേഖരം എങ്ങനെ നടന്നു? മുന്നണികളുടെ കണക്കുകൂട്ടലുകളിൽ ഏതൊക്കെയാണ് ഫലപ്രാപ്തിയിൽ എത്തുക? പാളിപ്പോയതും കാറ്റുപിടിച്ചതുമായ അടിയൊഴുക്കുകൾ എന്തൊക്കെയാവാം? പ്രചാരണത്തിലെ മേൽക്കൈ വോട്ടെടുപ്പ് വരെ എത്തിയോ? നിലമ്പൂരിൽ വോട്ടിംഗ് മെഷീനിലെത്തിയ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? പോളിംഗ് ശതമാനത്തിലെ കുറവ് സൂചിപ്പിക്കുന്നതെന്ത്? ചർച്ച ചെയ്യാം പെട്ടിയിലെത്തിയ നിലമ്പൂർ വസ്തുതകൾ. ന്യൂസ് ആൻഡ് വ്യൂസിൽ ഇന്ന് പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM, റോണി കെ ബേബി, കോൺഗ്രസ്, എ സജീവൻ, മാധ്യമപ്രവർത്തകൻ. ഏതായാലും സാധാരണ നമ്മൾ ഈ ചർച്ച രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നേരെ ഒരു റിവേഴ്സ് ആംഗിളിൽ പോകാമെന്ന് വിചാരിക്കുകയാണ്. ശ്രീ സജീവനിലേക്ക് ആദ്യം. ശ്രീ സജീവൻ, പോളിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനത്തെ കണക്ക് വരേണ്ടിയിരിക്കുന്നു. 2021 പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനൊക്കെ പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ അവകാശവാദങ്ങൾക്ക് വലിയ സ്കോപ്പൊന്നുമില്ലല്ലോ. പെട്ടിയിൽ വോട്ടെല്ലാം വീണ് കഴിഞ്ഞു. അപ്പോൾ സാധ്യതകളെക്കുറിച്ച് കുറച്ചുകൂടി നല്ല ആലോചന സാധ്യമാകുമെന്ന് വിചാരിക്കുന്നു. അതിലാദ്യത്തെ ഒരു വിഷയമായി എനിക്ക് ശ്രീ സജീവനോട് ചോദിക്കാനുള്ളത് ചതുഷ്കോണ മത്സരമായിരുന്നു. തൽക്കാലം BJP മാറ്റി നിർത്താം. അൻവർ എന്ന മൂന്നാമത്തെ സ്ഥാനാർത്ഥി എടുക്കാം. അൻവർ ഇന്ന് പറഞ്ഞത് എത്രയോ അധികം ആളുകളെയും കൂട്ടി കാൽനടയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും എന്നാണ് പറഞ്ഞത്. അതായത് ഷൗക്കത്ത് കഥ എഴുതാൻ പോകും, M സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി പോകും, അദ്ദേഹം വീണ്ടും നിയമസഭാംഗമാകുമെന്നാണ് അൻവർ പറഞ്ഞത്. അൻവർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും പറഞ്ഞതൊക്കെ കേട്ട് വലിയ ചിരിയും ഒക്കെ വന്നിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ആ അൻവർ എന്ന ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാവും ഇരു മുന്നണികളെയും ബാധിച്ചിട്ടുണ്ടാവുക? അൻവർ എത്രമാത്രം വോട്ട് പിടിക്കാൻ സാധ്യതയാണ് ശ്രീ സജീവൻ കാണുന്നത്? താങ്കൾ പറഞ്ഞ പോലെ ചതുഷ്കോണ മത്സരം അല്ല, ഞാൻ അതിനെ ഒന്നുകൂടി മാറ്റിയിട്ട് ത്രികോണ മത്സരവും അല്ല, ഇത് നേരിട്ടുള്ള പോരാട്ടമാണ്. ശരി, LDFും UDFും തമ്മിലുള്ളത്. അതിൽ പക്ഷെ ഒരു സാധ്യതയുള്ള അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ സാധ്യത എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന ഇപ്പൊ ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 75,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്നാണ്. എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെയൊന്നും അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് വോട്ട് അദ്ദേഹം പിടിക്കാൻ സാധ്യതയുള്ളത് സ്വാഭാവികമായിട്ട് അത് കോൺഗ്രസ് പക്ഷത്തു നിന്ന് വരാനാണ് സാധ്യത. കാരണം LDF വോട്ടുകൾ നേരത്തെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടെന്ന് അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന LDFന്റെ പിന്തുണയിൽ കിട്ടിയിട്ടുള്ള വോട്ടുകൾ അത് സ്വാഭാവികമായിട്ടും പൂർണ്ണമായും LDFിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. കാരണം പല UDF നേതാക്കന്മാരും ചോദിച്ചത് നിങ്ങൾ എവിടെ എന്തെങ്കിലും കടമെടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമോ എന്നൊക്കെയായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് സ്വരാജിനെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിലൊക്കെ ചോദിച്ചത്. സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയായപ്പോൾ ഇനി വേറൊന്നുമില്ല. ഒന്നാമത് കുറെ കാലത്തിന് ശേഷം LDFിന് കിട്ടുന്ന സ്വന്തം ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി, മാത്രമല്ല ആ നാട്ടിലെ സ്ഥാനാർത്ഥി, അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് സെക്രട്ടേറിയറ്റ് അംഗമാണ്, യുവനേതാക്കളെ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ്. ഇങ്ങനെ എത്രയും തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാവുന്ന പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും LDFിന് വോട്ട്, പ്രത്യേകിച്ച് CPM വോട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ഘടകങ്ങളൊന്നുമില്ല. അൻവറിനെ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ അൻവർ നേരത്തെ തന്നെ അദ്ദേഹം LDFിനോട് പിണങ്ങി പിണറായിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോൾ കുറച്ചാളുകളെങ്കിലും CPMന്റെ പക്ഷത്ത് നിന്ന് അദ്ദേഹത്തിനോടൊപ്പം പോകുമായിരുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. CPMന്റെ ഏതെങ്കിലും പ്രവർത്തകനോ നേതാവോ ഇപ്പോൾ സജീവമായിട്ടുള്ള ആരും അദ്ദേഹത്തോടൊപ്പം പോയതായിട്ട്. അല്ല, അത് സജീവൻ പറഞ്ഞത് ശരിയാണ്. അതായത് അദ്ദേഹവും അന്ന് ഏറ്റവും അധികം ഉന്നം വെച്ചത് CPIMൽ നിന്ന് ആളുകളെ തൻ്റെ പക്ഷത്തേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു വലിയ അവകാശവാദമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളെ പോലും ആ നിലയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അനുഭാവികളുടെ ഇടയിലും ഏതെങ്കിലും ഒരു അനുഭാവമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനോ ഒന്നും കഴിഞ്ഞിട്ടുമില്ല. അത് വസ്തുതയാണ്. പക്ഷേ
മുമ്പ് പറഞ്ഞതുപോലെ വളരെ ക്യുക്കായി താങ്കളുടെ ഒരു റെസ്പോൺസ് കൂടി, അതായത് പക്ഷേ 9 വർഷം MLA ആയിരുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ വീണ്ടും മത്സരിക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ MLA എന്ന ആ ഒരു പരിഗണനയുടെയും അടുപ്പത്തിൻ്റെയും പശ്ചാത്തലത്തിൽ മുമ്പ് UDF വോട്ടുകൾ കൊണ്ടുപോകുന്ന പോലെ ചെറിയ തോതിലെങ്കിലും LDF വോട്ടുകളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ ഇന്ന് ആദ്യം വേഗത്തിൽ അറിയേണ്ടത്, ഈ ആദ്യഘട്ടത്തിൽ UDFനെ സംബന്ധിച്ച് നോക്കിയാൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, വലിയ ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന നിലയിൽ ഒരു പ്രതീതി ജനിപ്പിക്കുന്നു, മികച്ച വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുന്നു എന്ന് അവരിൽ നിന്ന് തന്നെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷം CPIഎമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി M സ്വരാജ് വരുന്നതോടെ ചിത്രം ഏത് തരത്തിൽ മാറി? അപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസത്തിൽ നിന്നും കണക്കൂട്ടിൽ നിന്ന് UDFന് താഴേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടോ? രണ്ട് കാര്യങ്ങൾ, ഒന്ന് വേഗത്തിൽ. തീർച്ചയായിട്ടും. കാരണം താങ്കൾ പറഞ്ഞ പോലെ അൻവർ LDFിൽ നിന്ന് വോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അൻവറിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം അപ്പുറത്തേക്ക് പോയപ്പോൾ അൻവറിനെ അനുകൂലിക്കുന്ന ആരെങ്കിലും, ഇതുണ്ടായിട്ടില്ല, സ്വാഭാവികമായും ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായും ചിലപ്പോൾ അല്പം ഈ സംശയം ശരിയാണ്. കാരണം അങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ ഒരു പക്ഷേ ഇത്രയും കാലം 9 വർഷക്കാലം MLA ആയ ആൾക്ക് വോട്ട് ചെയ്യാന്നുള്ളൊരു കാര്യത്തിലേക്ക് പോയേക്കാം. അതിന് സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു LDF ഇവിടെ സ്ഥാനാർത്ഥി ആക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള വാശി CPM പ്രവർത്തകർക്ക് ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെ CPM വളരെ പൂർണ്ണമായിട്ടും SFI മുതൽ DYFI മുതൽ എല്ലാ ആളുകളും വളരെ ഊർജ്ജസ്വലമായിട്ട്, എഴുത്തുകാർ, ഇടതുപക്ഷ അനുഭാവമുള്ള എഴുത്തുകാർ, എല്ലാ ആളുകളും അവിടെ ഒറ്റക്കെട്ടായിട്ട് സ്വരാജിനോടുള്ളൊരു ഒരു പ്രത്യേക താല്പര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. ശരി, എങ്കിൽ എൻ്റെ ചോദ്യം ശ്രീ സജീവനോട്, താങ്കളുടെ കണക്കുകൂട്ടലുകളിൽ വിജയസാധ്യത നിലമ്പൂരിൽ ആർക്ക്? അല്ല, അത് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല. കാരണം ഇത് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള കടുത്ത പോരാട്ടമാണ്. അതിൽ വിജയസാധ്യത LDFന് വരാൻ, അല്ലെങ്കിൽ സ്വരാജിന് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ മൂന്നാം സ്ഥാനാർത്ഥിയായിട്ടുള്ള അൻവർ എത്രമാത്രം വോട്ട് പിടിക്കുന്നു എന്നുള്ളതാണ്. അൻവറിന് കിട്ടാൻ സാധ്യതയുള്ള, അൻവർ ലക്ഷ്യമിട്ട് അധികം വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ല, ഞാനോ ജയിക്കുന്നത്, ഞാനോ LDF സ്ഥാനാർത്ഥിയോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെ ഷൗക്കത്ത് ജയിക്കാനേ പോകുന്നില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് താല്പര്യങ്ങളൊന്ന് 2026 ആ സീറ്റ് കിട്ടണം. 2026 സീറ്റ് കിട്ടണമെങ്കിൽ ഷൗക്കത്ത് അവിടെ ജയിക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, എനിക്ക് 2026 സീറ്റ് തരുമെങ്കിൽ ഞാൻ നിരുപാധികം പിന്തുണ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ UDFനെ വെല്ലുവിളിക്കാൻ പാകത്തിന് വോട്ട് പിടിക്കാൻ അൻവറിന് കഴിയുമെന്നാണോ? തീർച്ചയായും അതിന്റെ സാധ്യത എല്ലാ തന്ത്രങ്ങളും പയറ്റും. നമുക്കറിയാമല്ലോ, അൻവർ സാമ്പത്തികമായിട്ട് അവിടെ തന്ത്രം പയറ്റാൻ കഴിവുള്ള ആളുകളാണ്. മാത്രമല്ല UDF സ്ഥാനാർത്ഥിക്കെതിരെ 2-3 കാര്യങ്ങൾ അദ്ദേഹം, 5 കാര്യം, 3 അല്ല 5 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, അദ്ദേഹം മുസ്ലിം സമുദായത്തിനെതിരാണ്. അത് ഇതിനോടകം തന്നെ കേട്ട് നമുക്കൊക്കെ നല്ല പരിചയമായ കുറേ കാര്യങ്ങളാണ്. അങ്ങനെ വന്നാൽ ശ്രീ സജീവൻ, അൻവറിന് കിട്ടാവുന്ന വോട്ടുകളെ സംബന്ധിച്ച് താങ്കളുടെ ഒരു കാൽക്കുലേഷൻ എന്താണ്? 10,000 ഏതാണ്ട് അതിനടുത്ത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഒരു 5,000-നും 10,000-നും ഇടയിലുള്ള വോട്ട് അൻവറിന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്ക്. ഓക്കെ, റൈറ്റ്. ഇവിടെ ശ്രീ അനിൽകുമാർ, ഇവിടെ LDFനെ സംബന്ധിച്ച് വിജയപ്രതീക്ഷയ്ക്ക് ആധാരമായ നിരവധി ഘടകങ്ങൾ നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ ഇടതുപക്ഷത്ത് തന്നെ ഇപ്പോഴും കേരള നിയമസഭയിലെ 99-ൽ പെട്ടതാണ് നിലമ്പൂർ, അതങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നു. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം UDF തുടർച്ചയായി 10ാം വർഷത്തിലേക്ക് പ്രതിപക്ഷത്തേക്ക് കടക്കുകയാണ്. ഇനിയും അങ്ങനെ ഒരു 5 വർഷം കൂടി ഇരുന്നാൽ എന്താകും ആ മുന്നണി? വിശേഷിച്ച് ആ മുന്നണിയിലെ തന്നെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അവസ്ഥ എന്ത് എന്ന പ്രശ്നം ആ പാർട്ടി നേതാക്കളെ അലട്ടുന്നുണ്ട്, അതിൻ്റെ പ്രധാന പ്രവർത്തകരെയും അലട്ടുന്നുണ്ട്. അവിടെയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. മലപ്പുറം ജില്ലയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലം. ലീഗിനെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു തോൽവി എന്നുള്ളത് അവരുടെ നേതൃത്വത്തിന് ചിന്തിക്കാനാവുന്നതേയല്ല. പക്ഷേ തർക്കങ്ങളുടെ, ആര്യാടൻ ലീഗ് തർക്കത്തിൻ്റെയൊക്കെ ഒരുപാട് പശ്ചാത്തലവും പ്രതലവും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ച് പഴയത് പറഞ്ഞു നിൽക്കാതെ ഒന്നിച്ചു നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രമേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു കൈ നോക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം അവരുടെ പ്രവർത്തകരിലേക്കും അനുഭാവികളിലേക്കും ആ മുന്നണിക്ക് കൊണ്ടുപോകാനായിട്ടുണ്ട് എങ്കിൽ അനുകൂല ഘടകങ്ങളും രാഷ്ട്രീയവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാകും.
നിലമ്പൂരിൻ്റെ മനസ്സും ആ നിലയിൽ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വലിയ സ്വീകാര്യതയൊക്കെ ഉണ്ട്. പക്ഷേ ജയം എന്നത് UDFന് വളരെ സ്വാഭാവികമായി കണക്കുകൂട്ടാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ നിലമ്പൂരിനെ സംബന്ധിച്ചിപ്പോഴും? അവർക്കൊരു ആത്മവിശ്വാസമുണ്ട് ജയിക്കുമെന്ന്. അല്ല, UDFന് മുൻകൈ ഉണ്ടായിരുന്നൊരു സീറ്റാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ ആരും തർക്കിക്കില്ല. അതിൻ്റെ മണ്ഡലത്തിൻ്റെ ഘടന വന്നപ്പോൾ 2 പഞ്ചായത്തുകൾ വിട്ടുപോയി, തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് മാറിയതോടുകൂടിയാണ് UDFന് ഏതാണ്ടൊരു മേൽക്കൈ നഷ്ടപ്പെടുന്ന നില വന്നത്. എങ്കിലും ഇടതുപക്ഷത്തിന് അസന്നിഗ്ധമായൊരു ഭൂരിപക്ഷം ലഭിക്കുന്ന മണ്ഡലമായത് വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് PNB അൻവറിനെ സ്വതന്ത്ര നിലയ്ക്ക് മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷത്തിനുണ്ടായ ഗുണമെന്താണ്? ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം വികസനത്തിലൂടെ പുതിയ നിലമ്പൂർ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂല ഘടകമായി. അതിൻ്റെ നേട്ടങ്ങൾ ആർക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിവേകമുള്ള നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം, അവിടെ ഉണ്ടായ റോഡുകളാവട്ടെ, സ്കൂളുകളാവട്ടെ, മറ്റ് വികസന പദ്ധതികളാവട്ടെ, ഇവയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ കേരളത്തിലാകെ ചെയ്തതിൻ്റെ ഒരു നിലമ്പൂർ എഡീഷനാണ്, അല്ലെ നിലമ്പൂർ അധ്യായമാണ്. പ്രത്യേകിച്ച് ഒരു MLAയുടെ മാത്രമായി നേട്ടമല്ല. പക്ഷേ ശ്രീ അനിൽകുമാർ, അങ്ങനെ 9 വർഷം MLA ആയിരുന്ന ഒരാൾക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിൽ പോലും മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലെയിമും കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണോ LDF വിചാരിക്കുന്നത്? കാരണം ജനങ്ങളുമായി ഇടപഴകി, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇടപഴകി, താഴെത്തട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ടായി മാറിയേക്കാമോ? അങ്ങനെ ആശങ്ക LDFനുണ്ടോ? അവിടെയാണ് LDFന് തീരെ ആശങ്കയില്ലാത്തത്. ഒന്ന്, അൻവർ ഉയർത്തിയപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ ഒരാഴ്ചക്കാലം ആളുകൾക്കിടയിൽ ഒരു സംശയം നിലനിന്നിരുന്നു. പക്ഷേ അൻവർ തുറന്ന യുദ്ധത്തിനാണ് ഇറങ്ങി തിരിച്ചത്. CPMനെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിയാണ് കടന്നാക്രമിച്ചത്. അതിൽ വസ്തുതയുണ്ടോ? അത് പാർട്ടി പരിശോധിക്കാൻ തയ്യാറായി, സർക്കാർ പരിശോധിക്കാൻ തയ്യാറായ ഘട്ടത്തിൽ തെളിവുകൾ നൽകാൻ അൻവർ തയ്യാറായില്ല. അൻവർ ഓരോ ദിവസവും ഓരോ ആരോപണം ഉന്നയിച്ച് മുങ്ങുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞെടുത്ത് തുറച്ചു നിൽക്കാനോ തെളിവ് കൊടുക്കാനോ തയ്യാറാകാതെ പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുക, കെട്ടുകഥകൾ പറയുക. ഇപ്പം ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ സത്യപ്രതിജ്ഞയ്ക്ക് നിലമ്പൂരിൽ നിന്ന് കാൽനടയായിട്ടാണ് ആളുകൾ പോകാൻ പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവകാശവാദം. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര സ്ഥാനവും വനമന്ത്രി സ്ഥാനവും പിന്നെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങളാകെ അതിനനുകൂലമായി നിൽക്കുമെന്നൊരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കാർക്കുമില്ല. പക്ഷേ ഒരു MLA എന്ന നിലയ്ക്ക്, അവിടെ മത്സരിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ആളുകളുമായി ബന്ധമൊക്കെ ഉണ്ട്. ആ ബന്ധത്തിൻ്റെ ഭാഗമായി കുറച്ച് വോട്ട് ലഭിക്കുന്നുണ്ടാവാം. പ്രധാനമായും അൻവറിനെ നെഞ്ചേറ്റിയത് അവിടുത്തെ തീവ്ര മതരാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയക്കാരുമാണ്, ഇടതുപക്ഷക്കാരായിരുന്നില്ല. സ്വാഭാവികമായും അത്തരം ആളുകളുടെ പിന്തുണ കുറേ നേടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരുന്ന UDF തന്നെ ആയിരിക്കുമെന്ന നല്ല തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട 3-4 ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ ശരത്ത് ചൂണ്ടിക്കാണിച്ചു UDFൻ്റെ ഭാവി എന്ത് എന്നുള്ളത്. ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ UDFൻ്റെ ഭാവി ഇല്ലാതാവുകയില്ല. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയം എന്താണോ അതിൽ ഉറച്ചു നിൽക്കണം. എന്ന് പറഞ്ഞാൽ BJPയെ ചെറുക്കുന്ന മതേതര രാഷ്ട്രീയത്തിൽ അവർ ഉറച്ചു നിൽക്കണം. അത് ഉറച്ചു നിൽക്കാത്തിടത്തോളം കാലം അവർക്ക് എത്രത്തോളം നിലനിൽക്കാനാകും? മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്ലാം മതത്തിനകത്തെ തീവ്രവാദ രാഷ്ട്രീയത്തെ തടയുന്ന ഒരു ധാരയാണ് ഞങ്ങളുടെ ധാര. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാരെല്ലാം തീവ്രവാദത്തിനെതിരെ വലിയ ജാഥയൊക്കെ മലപ്പുറത്ത് നടത്തി ഞാൻ ഓർക്കുന്നുണ്ട്, വടക്ക് മലബാറിൽ മുഴുവൻ. ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം അത്തരമൊരു സാധ്യത തേടുകയാണെന്നുണ്ടെങ്കിൽ പ്രസക്തിയുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ കോൺഗ്രസ് തീവ്ര വർഗീയ രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടുചേരുകയും അത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും SDPയുമായിട്ടും പരസ്യ ബാന്ധവത്തിലേക്ക് പോവുകയും ചെയ്താൽ കോൺഗ്രസ് അല്ലാതായി, ലീഗ് അല്ലാതായി. അങ്ങനെ അവരല്ലാതായി തീർന്നാൽ, ഉപ്പിൻ്റെ ഉറകെട്ട് പോയാൽ ഉപ്പിൻ്റെ പറയുന്നത് എന്താവും എന്ന് മത്തായി സുവിശേഷത്തിൽ പറയുന്ന പോലെ ഉറകെട്ട ലീഗും ഉറകെട്ട കോൺഗ്രസിനും എന്താണ് ഭാവി ആലോചിക്കണ്ടേ? അതെ, അത് തന്നെയാണ് ശ്രീ അനിൽകുമാർ. അത് മനസ്സിലായി. ഞാൻ റോണിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, പിന്നീട് ഇത് വിട്ടുപോകണ്ടെന്ന് ഓർത്താണ്.
അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ ക്ലെയിം എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. അവിടെ തന്നെയാണ് താങ്കൾ തന്നെ ഉന്നയിച്ച ആ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്കലി ക്രൈസിസ് പോയിന്റിൽ നിൽക്കുന്ന UDF എന്ന നിലയിൽ താങ്കൾ പറഞ്ഞു ആ ഒരു വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നതുമൊക്കെ UDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്, ഡീലിമിറ്റേഷന് ശേഷം 2009 മുതൽ അതും സംഭവിച്ചിട്ടുണ്ട്. ആ മണ്ഡലത്തിലെ 2 പഞ്ചായത്തുകൾ, UDF സ്വാധീനമുള്ള 2 പഞ്ചായത്തുകൾ ആ മണ്ഡലത്തിൻ്റെ ഭാഗമല്ലാതായി. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് വന്ന 11-ൽ ആര്യാടൻ്റെ ചെറിയ ഭൂരിപക്ഷത്തിനുള്ള വിജയം, 16-ൽ LDFൻ്റെ നേട്ടം, 21-ൽ വേറൊന്നുകൂടി വേണമെങ്കിൽ യുക്തിസഹമായി ആലോചിച്ചാൽ അനിൽകുമാറിന് തന്നെ അറിയാമല്ലോ, 21-ൽ കേരളമാകെ ഒരു ഇടത് തരംഗമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തുടർഭരണത്തിലേക്ക് തന്നെ വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷേ നിലമ്പൂരിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് നേരെ ഉണ്ടായിരുന്നില്ലേ? അതിനു മുമ്പ് MLA ആയിരുന്നയാൾ ഇടക്കാലത്ത് ആ പരിപാടിയൊക്കെ ഉപേക്ഷിച്ച് ആഫ്രിക്കയിലേക്ക് പോയ സാഹചര്യം, തിരിച്ചു വന്ന് മത്സരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ആകട്ടെ VV പ്രകാശിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തി. വലിയ മത്സരത്തിൽ പോലും ഒരു മണ്ഡലം പിടിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കോൺഗ്രസ് ഇന്നത്തേക്കാൾ ആത്മവിശ്വാസത്തോടെ എന്ന് വേണമെങ്കിൽ പറയാം വിധത്തിൽ പ്രകാശ് മത്സരിച്ചിട്ടും 2000-ൽ പരം വോട്ടിന് LDF ജയിച്ചു എന്ന് പറഞ്ഞത് താങ്കൾ പറഞ്ഞ പോലെ UDFൻ്റെ ആധിപത്യം അവിടെ ദുർബലമായതിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ലീഗും കോൺഗ്രസും അവർ ചെന്നുപെട്ടിരിക്കുന്ന രാഷ്ട്രീയ ആഘാതത്തെ മറികടക്കാൻ മറ്റെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ച KM ഷാജി പറഞ്ഞ പോലെ ഷൗക്കത്തിൻ്റെ മേന്മ എന്താണ് എന്ന് ചോദിച്ചാൽ UDF സ്ഥാനാർത്ഥിയാണ് എന്നത് മാത്രമാണ് മേന്മ എന്ന് ശ്രീ അനിൽകുമാർ ഷാജി പറഞ്ഞതുപോലെ എല്ലാം മാറ്റിവെച്ചവർ ഒന്നിച്ചു നിന്നാൽ, വോട്ടുകൾ ഭിന്നിക്കാതിരുന്നാൽ, അവിടെയാണ് എൻ്റെ ചോദ്യം. ഒന്ന് പ്രതികരിച്ചിട്ട് ഞാൻ റോണിയിലേക്ക് വരാം. അതെ, രാഷ്ട്രീയത്തിലെ ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന പോലെ അത് 1+1 2 അല്ല. നിങ്ങൾ ശുദ്ധമായ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് ശതഗുണീഭവിക്കും, പല മടങ്ങ് വലുതാവും. ഇപ്പോൾ എന്താണ് ഇടതുപക്ഷത്തിനെതിരെ പറഞ്ഞ നുണകളൊന്നും അവിടെ ചിലവാകാതിരുന്നത്? ആ ക്യാമ്പയിൻ വേദിയിൽ AI ക്യാമറ നിങ്ങൾ കേട്ടോ? അഴിമതി ക്യാമറ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് പറയാനായില്ല? എന്തുകൊണ്ട് K-ഫോൺ അഴിമതി എന്നൊരു വാക്ക് അദ്ദേഹം പറയാനായില്ല? ഈ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രി കളങ്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് പറയാനായോ? ഞാൻ കണ്ടൊരു രസകരമായൊരു കാര്യം, മുഖ്യമന്ത്രിക്കെതിരായും മകൾക്കെതിരായിട്ടും ഇവിടുത്തെ അച്ചടി മാധ്യമങ്ങളിൽ വന്ന പച്ച നുണകളെല്ലാം കൂടെ ഏച്ച് കെട്ടിയൊരു സാധനം ഉണ്ടാക്കിയ പത്രം, ആ പത്രത്തിലെ എല്ലാ അച്ചടികളും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളുടെ, മുൻനിര മാധ്യമങ്ങളുടെ സാധനങ്ങളാണ്. ആ സാധനങ്ങളെല്ലാം പേര് വെക്കാതെ, UDFൻ്റെ പേര് വെക്കാതെ അച്ചടിച്ച് വിതരണം ചെയ്ത മണ്ഡലമാണത്. എന്തുകൊണ്ട് അവർക്ക് ആധികാരികമായത് പറയാനായില്ല? മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ട് കെട്ടിച്ചമച്ച നുണകളാണ് എഴുന്നള്ളിച്ചത്. പറയാൻ പറ്റിയില്ല, പറഞ്ഞാൽ പിടുത്തം വീഴും. കൃത്യമായിട്ട് കോടതി വിധി വരെ വന്നിട്ടുണ്ട്, കെട്ടുകഥകൾ ചമയ്ക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷം 9 കൊല്ലമായി ഭരിച്ചിട്ടും ഒരഴിമതിയിലും ഇല്ല എന്ന് ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചിരിക്കുന്നു. രണ്ടാമത്, വികസനത്തിൻ്റെ കാര്യത്തിൽ ഭാവി ചിന്തിക്കുന്നവർക്ക് ഈ കേരളത്തിലെ ഇടതുപക്ഷം അല്ലാതെ വേറെ എന്ത് ഓപ്ഷൻ? ശരി. മൂന്നാമത്തത്, കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ്. കേരളത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ സാമ്പത്തിക മേഖലയിലെ വളർച്ച എത്ര കുറവുണ്ടെങ്കിലും ക്ഷേമരാഷ്ട്രമാണ്. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ബേസ്. അതിനെയാണ് ഈ കോൺഗ്രസ് ആക്രമിച്ചത്. പെൻഷനെ ആക്രമിക്കുമ്പോൾ നമ്മുടെ വെൽഫെയർ സംവിധാനത്തെയാണ് ആക്രമിക്കുന്നത്. നിങ്ങൾ 5.5 ലക്ഷം വീട് കൊടുത്തൊരു ഗവൺമെന്റിനോട് ആ ഗവൺമെന്റിനെ എതിർക്കാൻ വേണ്ടി KC വേണുഗോപാൽ പറയുകയാണ്, നിങ്ങൾ മോഹവലയത്തിൽപ്പെടുത്തി. ആരെ മോഹവലയത്തിൽപ്പെടുത്തി? വീട് വെച്ച മനുഷ്യന്മാർ ഇവിടെ ഇല്ലേ? അതുകൊണ്ട് UDFന്റെ ക്യാമ്പയിൻ അടിപൊളി പൊളിഞ്ഞുപോയി. അതെല്ലാം പൊളിഞ്ഞുപോയി, അടിപൊളി തകർന്നുപോയി. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ്, ശ്രീ അനിൽകുമാർ പറഞ്ഞു വരുന്നതാണ്, ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. അതായത് മറ്റെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കാമെന്ന് ലീഗും കോൺഗ്രസും തമ്മിൽ നേതാക്കൾക്കിടയിൽ ഒരു ധാരണയുണ്ടായാലും ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിനെ കോൺഗ്രസ് സമീപിച്ച രീതി, നേതാക്കളുടെ ജനവിരുദ്ധ പ്രസ്താവനകൾ, ഇതൊക്കെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് LDFൻ്റെ സാധ്യതകൾ അനുകൂലമായി തന്നെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞു വന്നതിലെ എതിർ ഘടകങ്ങൾ പരിശോധിച്ചാൽ പോലും അനുകൂലമാണ് കാര്യം എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. നേരത്തെ മാധ്യമങ്ങളെക്കുറിച്ച് പരാമർശിച്ചതുകൊണ്ട് ഒരു വസ്തുത കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കട്ടെ. കാരണം ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ച് റേറ്റിംഗ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് വന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിലെ 1-2 വസ്തുതകൾ പ്രേക്ഷകരോട് പറയേണ്ടതായിട്ടുണ്ട്. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ അതിൻ്റെ പ്രചാരണം പോയ വാരം എന്നുള്ളത് അതിന് മുമ്പുണ്ടായിരുന്ന ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ, ഏറ്റവും അധികം പോസിറ്റീവ് ഗ്രോത്ത് ഉണ്ടാക്കിയ ദൃശ്യമാധ്യമം എന്ന് പറയുന്നത്
കൈരളി ന്യൂസാണ്. അത് നിങ്ങൾ പറയുകയും കാണുകയും ചെയ്യുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും എന്നൊക്കെ നിലയിൽ നമ്മൾ വാഴ്ത്തുന്ന പറയുന്ന ചാനലുകൾക്കല്ല എന്നും കൈരളി ന്യൂസിനാണ് എന്നും വാർത്താ ചാനലുകൾ ഏറ്റവും ആധികാരികമായി ഈ റേറ്റിംഗിൽ എടുക്കാറുള്ളത് മെയിൽ ഫീമെയിൽ 22+ കാറ്റഗറിയാണ്. അതാണ് വാർത്ത ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കൂട്ടരായി വിലയിരുത്താറുള്ളത് ഞങ്ങൾ എല്ലാ ചാനലുകളും. അതിൽ ഈ രണ്ട് വിഭാഗത്തിലും കഴിഞ്ഞ ആഴ്ച ഏറ്റവും അധികം ആളുകൾ കണ്ടത്, കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും അധികം പോയിന്റ് നേടിയത് കൈരളി ന്യൂസാണ് എന്നതുകൂടി പറയട്ടെ. ആ സന്തോഷം ഞാൻ റോണി കെ ബേബിയുമായി കൂടി പങ്കുവെക്കട്ടെ. കാരണം ഞങ്ങളുടെ പടക്കളവുമായിട്ടൊക്കെ കോൺഗ്രസ് വലിയ തോതിൽ സഹകരിച്ചു. അവരുടെ പ്രതിനിധികളുണ്ടായിരുന്നു, ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു, വലിയ തോതിൽ നിലമ്പൂരെ ജനതയുടെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു, ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും അടക്കം. അത് ആ നിലയിൽ തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന വളരെ സത്യസന്ധമായ ഒരു കണക്ക് ഇവിടെ തന്നെ പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ റോണി കെ ബേബിയിലേക്ക് വരികയാണ്. റോണി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചില ഫാക്ടേഴ്സൊക്കെ സൂചിപ്പിച്ചു. ഇന്ന് പി.വി. അൻവർ എന്ന MLA എടുത്താൽ ഇടതുപക്ഷവുമായി ഭിന്നിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്ന് വഴിമാറി സ്വതന്ത്രനായി നിയമസഭയിലിരിക്കുന്ന അൻവറിനെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കാണ് അദ്ദേഹം UDF-മായി കൂടുതൽ അടുക്കുന്ന നില വന്നപ്പോഴാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമ്മാനിച്ച് ആ ഉപതെരഞ്ഞെടുപ്പിലൂടെ സർക്കാരിനെതിരായ ഒരാളെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സഹകരണം UDF-മായി മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ അത് വിജയത്തിലെത്തിയില്ല. അതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നു. അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് UDF-ന് സഹായകരമായ നിലപാടെടുത്തു. ചേലക്കരയിൽ അത് വർക്കൗട്ടായില്ല. അതിനുശേഷവും അത് മുന്നോട്ട് വന്നു. നിലമ്പൂർ വന്നപ്പോഴേക്ക് അത് കുറേ കൂടി ഏതാണ്ടൊരു ധാരണയിലെത്തുന്നു എന്ന ഘട്ടം വരെ വന്നിട്ടാണ് പിരിഞ്ഞു പോയത്, അല്ലെങ്കിൽ ഭിന്നത മൂർച്ഛിച്ചത്, അല്ലെങ്കിൽ സതീശനും അൻവറും തമ്മിലുള്ള പോരൊക്കെ നമ്മൾ കണ്ടത്. ആ ഒരു ഫാക്ടറാണ് ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ വന്ന പോലെ അതിൻ്റെ ഒരു ആഘാതം ഏൽക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അൻവർ എന്തെങ്കിലും വോട്ട് പിടിച്ചാൽ അതിൻ്റെ ഒരു ഡാമേജ് ഏറ്റവും അധികം നേരിടാൻ പോകുന്നത് UDF ആണ് എന്ന് പറയുന്ന അനുമാനം ഇവിടെ ഉയർന്നു വന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ മുസ്ലിം സമുദായത്തിലുണ്ടായിട്ടുള്ള രൂപപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അതൃപ്തിയുടെയും എതിർപ്പിൻ്റെയും ഘടകം. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെ മലയോര മേഖലയിലുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെയൊക്കെ പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചു കാണും. മലയോര മേഖലയിൽ കോൺഗ്രസ് നേരിടേണ്ടി വന്ന എതിർപ്പ് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ആഗ്രഹിക്കാത്ത വിധത്തിലാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെ കൈക്കൂലിക്കാർ എന്ന് അധിക്ഷേപിച്ചു. അത് ഈ പ്രചാരണത്തിൻ്റെ തുടക്കത്തിൽ സംഭവിച്ച ആ പ്രശ്നം, എനിക്ക് തോന്നുന്നു ജൂൺ മാസം 2-ാം തീയതിയാണ് KC വേണുഗോപാൽ അവിടെ പ്രസംഗിക്കുന്നത്. ഇന്നുവരെയും അത് ഗൗരവമായ വിഷയമായി, ഒരു പ്രചാരണ വിഷയമായി നിന്നു, ലൈഫുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ തർക്കത്തിലേക്കല്ല, വോട്ടെല്ലാം വീണ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഘടകങ്ങൾ നിങ്ങൾക്ക് തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നൊരു മണ്ഡലത്തിൽ നിന്ന് നിങ്ങളുടെ വലിയ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതും നിങ്ങൾക്ക് വളരെ പ്രതികൂലമായ ഘടകങ്ങൾ ആയി മാറിയവയല്ലേ ശ്രീ റോണി കെ ബേബി? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്നു മുതൽ, അതിന്റെ പ്രചരണം ആരംഭിച്ച അന്നു മുതൽ ഞങ്ങളുടെ നേതാക്കന്മാര്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാര്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. LDF-ഉം UDF-ഉം തമ്മിലുള്ള കൃത്യമായിട്ടുള്ള നേർക്കുനേർ രാഷ്ട്രീയ പോരാട്ടമാണ്. അപ്പോൾ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ആദ്യത്തെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഈ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ തന്നെയായിരിക്കും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ പോകുന്നത്. അല്ല, അതിൽ രസകരമായ പാറ്റേൺ ഉണ്ട്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത്. തൃക്കാക്കര സിറ്റിംഗ് സീറ്റ് നിങ്ങൾ നിലനിർത്തി, പുതുപ്പള്ളി സിറ്റിംഗ് സീറ്റ് നിങ്ങൾ നിലനിർത്തി, പാലക്കാട് സിറ്റിംഗ് സീറ്റ് നിങ്ങൾ നിലനിർത്തി, ചേലക്കര സിറ്റിംഗ് സീറ്റ് LDF നിലനിർത്തി. താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ നിലമ്പൂർ എന്ന സിറ്റിംഗ് സീറ്റ് LDF നിലനിർത്തും. താങ്കൾ പറഞ്ഞ പാറ്റേൺ ആണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതല്ല, ആ പാറ്റേൺ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അങ്ങ് ഇവിടെ പരാമർശിച്ച തൃക്കാക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും പുതുപ്പള്ളി ആണെങ്കിലും അവിടെയെല്ലാം വോട്ടിംഗ് ശതമാനത്തിന് നേരിയ ഇടിവുണ്ടായിട്ടും ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക്, ഇപ്പൊ നമ്മൾ ഇവിടെ അങ്ങ് പറഞ്ഞു ചേലക്കരയില് ഇടതുപക്ഷത്തിന്റെ സീറ്റ് നിലനിർത്തി എന്ന് പറയുന്നു. നിങ്ങൾക്ക് 39,000 ഉണ്ടായിരുന്ന മാർജിൻ ഞങ്ങൾ 12,000-ലേക്ക് കുറച്ചു. തൃക്കാക്കരയിലാണെങ്കിൽ പാലക്കാട് തന്നെ ഒരു ഉദാഹരണം പറയാം. പാലക്കാട് 2021 75.27 വോട്ടിംഗ് ശതമാനമെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ 70.41 പക്ഷെ ഞങ്ങളുടെ മാർജിൻ 3000-ൽ നിന്ന് 18,000-ലേക്ക് വന്നു. അപ്പോൾ വളരെ കൃത്യമായി ഞാൻ ഉദ്ദേശിച്ച പാറ്റേൺ എന്ന് പറയുന്നത് ഇതിനകത്തെല്ലാം കാണുന്നത്, അത് തൃക്കാക്കരയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പാലക്കാടാണെങ്കിലും ചേലക്കരയാണെങ്കിലും എല്ലാം കാണുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാരിന്റെ അതിലൊരു പോരായ്മയുണ്ട്. ഓരോന്നായി ജനങ്ങളുടെ മുമ്പിൽ വിചാരണ ചെയ്യുവാൻ, ജനമധ്യത്തിൽ എത്തിക്കുവാൻ
അത് ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല. അതിലൊരു പോരായ്മയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തൃക്കാക്കര നിങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ UDF സംബന്ധിച്ച് നിങ്ങൾ ഏത് സാഹചര്യത്തിലും ജയിക്കുന്ന മണ്ഡലങ്ങൾ ഏതാണ് എന്ന് എഴുതിയാൽ അതിൽ ഒന്നാമത്തെ പേരായി എഴുതാവുന്നതാണ് തൃക്കാക്കര. PT തോമസിൻ്റെ മരണത്തിന് ശേഷം. മറ്റൊന്ന് ഉമ്മൻചാണ്ടിയുടെ മണ്ഡലം. ഉമ്മൻചാണ്ടി മരിക്കുന്നു, മകൻ മത്സരിക്കുന്നു. ആ രണ്ട് മണ്ഡലങ്ങളും ഏത് സ്വഭാവത്തിലാണെന്ന് മനസ്സിലാക്കാം. നേരത്തെ ഷാഫി പറമ്പിൽ മത്സരിച്ചത് മെട്രോമാനുമായിട്ടാണ്. അന്നുണ്ടായ ഒരു സാഹചര്യത്തിൽ ഉള്ള ഒരു ഭൂരിപക്ഷത്തെ അല്ല ഇപ്പോൾ കാണേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആകെ കാര്യങ്ങൾ മാറി. BJPക്കകത്തെ വലിയ തർക്കങ്ങൾ, അതിനെ തുടർന്ന് വന്നിട്ടുള്ള വോട്ട് ചോർച്ച ഒരു ഭാഗത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് SDP അടക്കമുള്ള മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണ വളരെ പരസ്യമായി തന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ ആ വോട്ട് സമാഹരണം അവിടെ നടന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഭൂരിപക്ഷം കൂടും. അവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ആ നിലയിൽ അത്ര വലിയ സ്റ്റേക്കില്ല എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യവും നിൽക്കുന്നു. പക്ഷേ അത് വെച്ചാണോ അളക്കേണ്ടത് എന്ന പ്രശ്നമുണ്ട്. ചേലക്കരയിൽ നിങ്ങൾ ഉന്നയിച്ച ഈ വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് ജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ശ്രീ അനിൽകുമാർ ചോദിച്ചത് എന്താണ്, നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞു, K-ഫോൺ നിങ്ങളവിടെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാനോ അത് വിഷയമാക്കി നിലനിർത്താനോ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതുപോലെ തന്നെ AI ക്യാമറ അദ്ദേഹം ചോദിച്ചില്ലേ, ഏതെങ്കിലും മന്ത്രിക്കെതിരെ നിങ്ങൾക്ക് പ്രചാരണ വിഷയമായി മുന്നോട്ട്? അങ്ങനെയില്ലെന്നേ, ജനറലി ഇങ്ങനെ സർക്കാർ മോശം എന്ന് പറയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ഏറെക്കുറെ വസ്തുതയുമല്ലേ റോണി? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. K-ഫോൺ നമ്മൾ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയം എടുത്തല്ല. സർക്കാരിന്റെ മുഴുവൻ അഴിമതി അതിന്റെ അകത്ത് K-ഫോണും വരും. അപ്പോൾ അതിനകത്ത് K-ഫോൺ ഞങ്ങൾ പോരല്ലോ, സ്പെസിഫിക് ആവാൻ പറ്റണ്ടേ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റണ്ടേ? അപ്പുറത്ത് എന്താണ് KC വേണുഗോപാൽ 62 ലക്ഷം വരുന്ന സാധാരണ പ്രായം ചെന്ന മനുഷ്യരെ കൈക്കൂലിക്കാരായി വിളിച്ചു, കൈക്കൂലിക്കാരെന്ന് ആക്ഷേപിച്ചു. സ്പെസിഫിക്കാണ് വിഷയം. നിങ്ങളിങ്ങനെ ജനറലി ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ആളുകൾ എങ്ങനെ വിശ്വസിക്കും? ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം, ജനങ്ങളെ വിശ്വസിപ്പിക്കാനായോ? മറുഭാഗത്ത് റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, ഇതിൻ്റെയൊക്കെ മാറ്റം, 35 വർഷവും 9 വർഷവും തമ്മിലുള്ള താരതമ്യം, ഇതൊക്കെ സംഭവിച്ചില്ലേ ആ മണ്ഡലത്തിൽ? കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് വളരെ സ്പെസിഫിക് വ്യക്തമായതുകൊണ്ട് അങ്ങനെയോട് ആദ്യം ചോദിച്ചതുപോലെ കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിലെല്ലാം ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളാണ്, അല്ലെങ്കിൽ തൃക്കാക്കര ഒന്നാമത്തെ സീറ്റാണ്. പക്ഷേ ഒരു നോർമൽ പാറ്റേണിൽ ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ പറയുന്നത് അംഗീകരിക്കാമായിരുന്നു. പക്ഷെ 2021 12,000 വോട്ടിന് ജയിച്ച സീറ്റ്, അത്രയും വാശിയേറിയ മത്സരം നടന്നിട്ട് ഞങ്ങൾ 25,000 വോട്ടിന് ജയിക്കുമ്പോൾ അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. അല്ല, പാലക്കാട് ഇത്രയും ശക്തമായ ഒരു മത്സരം നടന്നിട്ട്, ഒരു ത്രികോണ മത്സരം നടന്നിട്ട് ഞങ്ങൾ 3,000 വോട്ടിന് ജയിച്ച സീറ്റ് 18,000 അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. അപ്പോൾ അവിടെ വളരെ വ്യക്തമായി, കാരണം ഒരു ബൈ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട്, പ്രതിപക്ഷത്തിന് മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് സർക്കാരിനെ കൃത്യമായി വിചാരണ ചെയ്യുവാൻ അവിടെ വന്യമൃഗ ശല്യം ഉൾപ്പെടെ, അഴിമതി ഉൾപ്പെടെ ശരി, നിങ്ങൾക്ക് എതിരാകുന്ന ചില ഫാക്ടേഴ്സ് ഞാൻ സൂചിപ്പിച്ചു. താങ്കൾ അതിലേക്കൊന്ന് വന്നാൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു കൗതുകം ഉണ്ടാവും. കാരണം വോട്ടൊക്കെ വീണ് കഴിഞ്ഞല്ലോ, കുറച്ച് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കാം. ഒന്ന്, അൻവർ നിങ്ങളെ എങ്ങനെ ബാധിക്കും? 2, മുസ്ലിം സമുദായത്തിലെ എതിർപ്പുകൾ രൂപപ്പെട്ടു വന്നത്. 3, മലയോര മേഖലയിലെ, ഞാൻ അതും സൂചിപ്പിച്ചു, കത്തോലിക്ക കോൺഗ്രസ് അടക്കം വളരെ പരസ്യമായി നിങ്ങളെ, ഈ ഘടകങ്ങൾ നിങ്ങൾക്ക് പ്രകടമായി പ്രത്യക്ഷത്തിൽ എതിരായ ഘടകങ്ങളാണ്. അൻവറിന്റെ കാര്യം തന്നെ പറയാം. 2016 അൻവർ ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് 13,000 മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ 2020 അന്ന് അദ്ദേഹം LDFന്റെ ഭാഗമായിരുന്നു. 2021 ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ മാർജിൻ ഓഫ് വിക്ടറി എന്ന് പറയുന്നത് 13,000 നിന്നും 2,500 വോട്ടിലേക്ക് തോൽപ്പിക്കാനായില്ല റോണി. അല്ലെ, 10,000 വോട്ട് അവരുടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള കേരളത്തിൽ മുഴുവൻ രണ്ടാമത് ഒരു ഇടതുപക്ഷ തരംഗം ഉണ്ടായപ്പോൾ, രണ്ടാമതൊരിക്കൽ കൂടി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സിറ്റിംഗ് സീറ്റിൽ 10,000 വോട്ട് അവരുടെ കുറഞ്ഞുപോയി, അല്ലെ അൻവറിന്റെ കുറഞ്ഞുപോയി എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. പിന്നെ ഇവിടെ പറഞ്ഞ വികസനത്തിന്റെ കാര്യം, ഈ നിലമ്പൂരിൽ ഇവിടെ അൻവർ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ചർച്ചയല്ല ചർച്ച ചെയ്തത്. ഈ നിലമ്പൂരിലെ വികസനം ഒരുമിച്ച് അൻവർ കഴിഞ്ഞ 9 വർഷം LDFന്റെ ഭാഗമായിരുന്നു. പറയുന്ന ബൈപ്പാസ് ഉൾപ്പെടെ ശരത്ത് ഞാൻ പറയുന്നത്, നിലമ്പൂർ ടൗൺ മറികടക്കണമെങ്കിൽ 1 മണിക്കൂറാണ് അവരുടെ ബൈപ്പാസ്. എന്താണ് അവിടെ അൻവർ ആവശ്യം ചെയ്തത്? ഇന്നും കേരളത്തിൽ സ്വന്തമായ ഒരു ബിൽഡിങ്ങില് സർക്കാർ കോളേജില്ലാത്ത ഏക കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് നിലമ്പൂരാണ്. ഇത് വളരെ വ്യക്തമായി തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു രണ്ട് വാക്യത്തിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. മുസ്ലിം സമുദായത്തിലുണ്ടായ രൂപപ്പെട്ടു വന്ന എതിർപ്പുകൾ UDFനെ അലട്ടുന്നതായി പൊതുവിൽ എല്ലാവർക്കും തോന്നുന്നതാണ്, ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽ. അങ്ങനെ ഒരു സമുദായം തിരിഞ്ഞുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു പരിഗണനയില്ല. അവിടുത്തെ നിലമ്പൂരിലെ 2,31,000 വോട്ടർമാരുണ്ട്. ആ ഒത്ത വോട്ടർമാരെ ഞങ്ങൾ ഒരുപോലെയാണ് കാണുന്നത്. ഭൂരിപക്ഷ സമുദായം നാച്ചുറലി. പക്ഷേ രാഷ്ട്രീയമായി വിലയിരുത്തലുകൾ അത് വേറെ തന്നെയാണ് റോണി. അതൊക്കെ നമുക്ക് ഒരു സുഖത്തിന് വേണ്ടി ഒരു ചർച്ചയിൽ പറയാം എന്നുള്ളതല്ലാതെ വസ്തുത അതൊന്നുമല്ലല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞു, ജാതി മതം ആ പെൺകുട്ടി മാറ്റിവെക്കെ വളരെ വ്യക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സർക്കാർ വിരുദ്ധ വികാരമുണ്ട്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുമ്പോൾ എന്റെ ചോദ്യം എവിടെയാണ്? നിങ്ങൾ
തിരിച്ചും മറിച്ചും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ അതുതന്നെയാണ്. അങ്ങനെ ആവട്ടെ, നിങ്ങളുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, അതിൽ തെറ്റില്ല, ആയിക്കോട്ടെ ആയിക്കോട്ടെ. അങ്ങനെ വിചാരിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ പ്രതികൂല ഘടകങ്ങളായി വരുന്നു എന്ന് പറയുന്നത് നിസ്സാരമാണോ? ശ്രീ അനിൽകുമാർ, ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ, അത് ജാതിയും മതവും തിരിച്ച ആളുകളെ കാണുകയല്ല. കോൺഗ്രസിൻ്റെ മതേതര നിലപാടുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന വലിയ ചർച്ചയും മറ്റും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല പോകും. ആ പ്രശ്നം മുസ്ലിം സമുദായത്തിൽ ആകെ ഉണ്ടാക്കിയിട്ടുള്ള അതൃപ്തി, കോൺഗ്രസ് നിലപാടിനുള്ള അതൃപ്തി തെരഞ്ഞെടുപ്പിലെ ഒരു ഘടകമാണോ? UDF വിനയാകുന്നതായി നിങ്ങൾ കരുതുന്നുണ്ടോ? മലയോര മേഖലയിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് നിങ്ങൾ കരുതുകയാണോ? അതിൻ്റെ ഒരു ആനുകൂല്യം കുറേ അൻവറും അല്ലെങ്കിൽ BJP അവിടെ കേരള കോൺഗ്രസ് നേതാവായിരുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു, അവരതിൻ്റെ ആനുകൂല്യം കോൺഗ്രസ് വോട്ടുകളിൽ കൈപ്പറ്റാൻ നോക്കുന്നുണ്ടോ? ഇടതുപക്ഷം ആ വിഷയങ്ങളിൽ എങ്ങനെയാണൊരു അനാലിസിസ് നടത്തുന്നത്? ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, കേരള സർക്കാരിനോട് പ്രത്യേകം ഒരു വിരോധം തോന്നേണ്ട ഒരു പ്രശ്നവും അവിടെ അവശേഷിക്കുന്നില്ല. അവിടെ നിന്നല്ല, കേരളത്തിൽ ഒരിടത്തും ഏതെങ്കിലും ഒരു കാര്യം ഗൗരവതരമായി കേരള സർക്കാർ പരിശോധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിലെല്ലാം സമയോചിതമായി ഇടപെട്ട് തീരുമാനമെടുക്കുന്നൊരു സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. 9 കൊല്ലത്തെ ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഉത്തരം എന്താണ്? 5 കൊല്ലക്കാലം കഴിഞ്ഞ് 93 നിന്ന് 99 LDF അധികാരം ഏൽപ്പിച്ചതോടുകൂടി 2021 വരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നതാണ് നമുക്ക് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ചരിത്രപരമായ ഉത്തരം. പിന്നെ 2021 ശേഷം ഈ സർക്കാർ മോശപ്പെട്ടിട്ടുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. ചോദ്യത്തിന് എന്താണ് ഉത്തരം? നിങ്ങൾ ഏതൊരാൾ ചർച്ചയിൽ പങ്കെടുത്താലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നാം പിണറായി സർക്കാരിനോളം വരുന്നില്ല രണ്ടാം പിണറായി സർക്കാർ എന്നാണ്. എന്നാൽ 9ാം വർഷം എത്തിയപ്പോൾ ഞങ്ങൾക്കുള്ള കോൺഫിഡൻസ് എന്താണ്? ഇപ്പോൾ മന്ത്രിസഭാ വാർഷികത്തിൻ്റെ ഒരു മാസക്കാലം മുഖ്യമന്ത്രിയുടെ നേതൃത്വം കൊടുത്ത ക്യാമ്പയിൻ, LDF ക്യാമ്പയിൻ വളരെ വിജയകരമായി. കണ്ണിൽപ്പെടുന്ന മാറ്റങ്ങൾ നാട്ടിലുണ്ടായിരിക്കുകയാണ്. ഇന്ന് മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊച്ചി ജലമെട്രോ രാജ്യത്തെ ഏക ജലമെട്രോയാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ 21 സംസ്ഥാനങ്ങൾ ജലമെട്രോ നിർമ്മിക്കുന്നതിൻ്റെ കൺസൾട്ടൻ്റായി കേരളത്തിലെ ജലമെട്രോ കമ്പനിയെ നിയമിക്കുന്നതോടുകൂടി പണം ഒഴുകുകയാണ് കേരളത്തിലേക്ക്. ഒരു കാര്യം. 2, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ എക്സ്റ്റൻഷനായി ഒരു തുറമുഖ നഗരം വളരുകയാണ്. ആ നഗരം തിരുവനന്തപുരത്തല്ല അവസാനിക്കുന്നത്. അത് ഒരു ത്രികോണം പോലെ വന്ന് കൊട്ടാരക്കര വന്ന് തെന്മല വരെ എത്തി നിൽക്കുന്ന ഒരു പുതിയ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിലേക്ക് എത്തിച്ചേരുന്ന വിധം ശബരി റെയിൽവേ ആദ്യം, അടുത്ത ഘട്ടം അത് വിഴിഞ്ഞത്തേക്ക് നീട്ടാൻ ഉള്ള പരിശ്രമം. കേരള സർക്കാർ പണം മുടക്കാൻ തയ്യാറാണ്. കേന്ദ്രം പണം തന്നില്ലയോ? നമ്മൾ കേരളം പണം മുടക്കും. ഇങ്ങനെ അതാ മുഖ്യമന്ത്രി ഡൽഹി പോയിട്ട് ചർച്ച നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളയിൽ സംഭവിച്ചില്ലെങ്കിൽ പുതിയ വഴി പോകാൻ കേരളത്തിലെ പിണറായി സർക്കാരിന് അറിയാം. ഇങ്ങനെ വല്ല പദ്ധതിയും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് നാമം ജപിച്ചിട്ട് കാര്യമില്ല. വെറുതെ വികാരം ഉണ്ടാവില്ല. എന്തിന് വികാരം ഉണ്ടാകണം? ഒരു പുരുഷൻ കുടിശ്ശികയെ ബാക്കിയുള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് 2000 2500 ആക്കും. ഇത് കൈക്കൂലിയാണ് നിങ്ങൾ പറഞ്ഞാൽ പിന്നെ നാട്ടുകാർ നിങ്ങൾ കോട്ട് ചെയ്യുമോ? രണ്ടാമത്തത്, ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം. ഞാൻ ചോദിക്കുന്ന ചോദ്യം, കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എത്രയോ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി നടത്തിയ എല്ലാ പ്രസംഗങ്ങളും നമ്മുടെ മുമ്പിലില്ലേ? എന്തുകൊണ്ട് അവർ ജമാഅത്തെ ഇസ്ലാമിയെ വെറുക്കുന്നു, തൊട്ടുകൂടാത്തവരായി കാണുന്നു? ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് അത് മാറ്റി നിർത്തുന്നു? അവർ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല പറയണത്. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടതല്ലാത്തതുപോലെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന മതരാഷ്ട്രം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് മതപണ്ഡിതന്മാർ പറയുന്നത്, മുസ്ലിം ലീഗ് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങേപ്പുറത്ത് സമസ്ത പറയുന്നത്, കാന്തപുരം സാഹിബ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ്? അപ്പം മതപണ്ഡിതന്മാരൊരു പൊസിഷൻ എടുത്തിട്ടുണ്ട്. അത് BD സതീശന് വേണ്ടി ഇപ്പം മാറ്റും ആളുകൾ. എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ആളുകളെ ചേർത്ത് നിർത്താൻ പറ്റുന്നൊരു നയമല്ല BD സതീശൻ എടുത്തത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് കേന്ദ്രത്തിലെ കോൺഗ്രസിന് ബാധ്യതയായി ഈ തെരഞ്ഞെടുപ്പ്. എന്താണ്? വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണല്ലോ നിലമ്പൂർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലാണ് ഈ കളി. അത് BJP രാജ്യത്തെല്ലാം ഉപയോഗിക്കില്ലേ? നേരത്തെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പച്ചക്കൊടി ലീഗ് എടുത്തപ്പോൾ അത് പാകിസ്ഥാന്റെ കൊടിയാന്ന് പറഞ്ഞപ്പോൾ കൊടി താഴ്ത്തു വെച്ച ഒരു രീതി ഉണ്ടല്ലോ അവിടെ. അങ്ങനെ എടുക്കേണ്ട വന്നിടത്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കൊടി പൊങ്ങുന്നത്. അതാണ് പ്രശ്നം.
ഓക്കെ. അതുകൊണ്ട് ആത്മഹത്യാപരമായ യാത്രയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയത്. ഒരു തരത്തിലും കോൺഗ്രസിന് മുന്നോട്ട് പോകാനാവാത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂർ. റൈറ്റ്. ഇവിടെ ശ്രീ സജീവൻ, ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ചത് ഈ ഘടകങ്ങൾ UDFന്റെ വോട്ടുകൾ പരമ്പരാഗതമായി അവർക്ക് കിട്ടുന്ന വോട്ടുകളും നഷ്ടപ്പെടുത്താം എന്ന ഒരു നിഗമനമോ വിലയിരുത്തലോ ആണ്. മറുഭാഗത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ആവർത്തിച്ചുറച്ച് വിശ്വസിക്കുന്ന പ്രതിപക്ഷം അതിൽ ഒരു വിജയത്തെ കാണുകയാണ്. അതിൽ രണ്ടാമത്തെ ഘടകം ലീഗ്. ഞാൻ മുമ്പ് ശ്രീ അനിൽകുമാറിനോട് പറഞ്ഞ പോലെ ലീഗ് വോട്ടുകൾ സമാഹരിച്ച് മുമ്പൊക്കെ ചോർന്നു പോകുന്ന അല്ലെങ്കിൽ എതിർപ്പ് മൂലം നിർവീര്യമാക്കപ്പെടുകയോ വിട്ടുനിൽക്കുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ആര്യാടന് എതിരായി വരുന്ന വോട്ടുകൾ അടക്കം ഇത്തവണ വീഴും എന്ന് കരുതാൻ കോൺഗ്രസിന് വകയുണ്ടോ? അത് ഒന്ന്. രണ്ട്, VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം, ഇപ്പോൾ അൻവറിനെ അടക്കം കൂട്ടിച്ചേർത്ത് പിടിച്ച് പോകണമെന്ന് ചിന്തിച്ചൊരു ലീഗ് ഉണ്ട് എന്ന് വിചാരിക്കാം. അത് അവരുടെ തന്നെ പല പ്രതികരണങ്ങൾ അത് കണ്ടു. അവിടെ VD സതീശനിൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്നത് ചർച്ച ചെയ്യപ്പെടുന്നൊരു ഘടകമായി മാറുമോ? മുമ്പ് പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ എതിർപ്പ് UDFന് വിനയാണോ? മലയോരത്തെ വോട്ടുകൾ, പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ ഭിന്നിക്കാനിടയുണ്ടോ? അതേസമയം തന്നെ UDF ഉറച്ചു വിശ്വസിക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് നിലമ്പൂരിൽ പ്രകടവും ശക്തവുമായിരുന്നോ? അങ്ങനെയുണ്ടെങ്കിൽ അത് LDFന് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാനിടയുണ്ടോ? ലീഗ് നമ്മളിപ്പോ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പിന് വ്യത്യസ്തമായിട്ട് ലീഗിന്റെ നേതാക്കന്മാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ലീഗിന്റെ പ്രവർത്തകർക്ക് എത്രമാത്രം ഈ ആര്യാടൻ ഷൗക്കത്തുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് സാമുദായിക സംഘടന. ലീഗിന് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് ഈ EK വിഭാഗം സുന്നികളുടെതാണ്. അവർക്ക് എത്രമാത്രം ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ നിലപാടിനോട് യോജിച്ചു പോകാൻ കഴിയുന്നൊരു ചോദ്യമുണ്ട്. ആര്യാടൻ ഷൗക്കത്തിന്റെ 2 സിനിമകൾ സമുദായ വിരുദ്ധമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് EK വിഭാഗം സുന്നികൾ. അപ്പോ ഈ ലീഗ് എത്രമാത്രം, ലീഗിന്റെ നേതാക്കന്മാർ സാദിഖ് അലി തങ്ങളോ അബ്ബാസ് അലി തങ്ങളോ എത്ര നേതാക്കന്മാരും ഒരുമിച്ചുണ്ടായാൽ പോലും, ഈ PK നവാസ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ സജീവമായിട്ടുണ്ടായാൽ പോലും ലീഗ് അണികളുടെ വോട്ടിന്റെ ഒരു കാര്യത്തിലൊരു സംശയം അപ്പോഴും നിലനിൽക്കും. കാരണം തുടർച്ചയായിട്ട് ഈ ഒരു ചോദ്യമുണ്ട്. പിന്നീട് ഈ പാണക്കാട് തങ്ങന്മാരുടെ ഈ മന്ത്രി ചൂതലിനെതിരെ പണ്ട് ഇതേ ഷൗക്കത്ത് നടത്തിയിട്ടുള്ള പ്രതികരണമുണ്ട്. അത് ഇവരുടെ മനസ്സിൽ തന്നെ കിടക്കുന്ന കാര്യമായിരിക്കും. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ലീഗ് പ്രവർത്തകർ ഒരു കാര്യം വളരെ കൃത്യമാണ്, അത് ഞാൻ സമ്മതിക്കുക തന്നെ ചെയ്യുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ കൂടുതൽ സജീവമായിട്ട് ലീഗ് നേതാക്കന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ ലീഗ് പ്രവർത്തകരുടെ മനസ്സ് അതിനനുസരിച്ചായിരുന്നുള്ള ചോദ്യമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ ലീഗിന് പോലും കഴിയില്ല. അതിന് വെള്ളം പൂശിക്കൊണ്ട് VD സതീശൻ പറഞ്ഞപ്പോൾ അവർ പഴയ നിലപാടൊക്കെ മാറ്റി, അവർക്കിപ്പോൾ മതരാഷ്ട്രീയമില്ല എന്നൊക്കെ VD സതീശൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അവരവരുടെ വോട്ട് കൊടുക്കുക, UDF സ്ഥാനാർത്ഥി കൊടുക്കാമെന്ന് പറഞ്ഞ അവരുടെ കാര്യം അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ വളരെ കരുതലോട് കൂടിയിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലോട് നിലപാടെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ഭരണവിരുദ്ധ വികാരം. റോണി ബോർഡ് പറഞ്ഞൊരു കാര്യം, ഈ പിണറായി സർക്കാരിന്റെ വരവിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ആ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ UDFന് അനുകൂലമായിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ്. അതിൽ അദ്ദേഹം ചേലക്കരയെ കൂടി കൂട്ടി കെട്ടുന്നുണ്ട്. കാരണം ചേലക്കരയിൽ ജയിച്ച LDF സ്ഥാനാർത്ഥി പ്രദീപ് ആണെങ്കിൽ പോലും അതും വോട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കേണ്ടത്, ഇതേ പ്രദീപ് 2016 അവിടെ മത്സരിച്ചിരുന്നു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടും ഇപ്പോൾ 2023 ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടും നോക്കിയാൽ മതി. അതിനിടയിൽ രാധാകൃഷ്ണൻ കിട്ടിയ വോട്ട് വളരെ കൂടുതലാണ്. വ്യക്തിപരമായി ചില സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ വോട്ട് കിട്ടും. പ്രദീപിന് നേരത്തെ കിട്ടിയതിനേക്കാൾ 2016 കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ പ്രദീപ് വന്നപ്പോഴേക്കും വോട്ട് ഇടിഞ്ഞു പോയി എന്നുള്ളതല്ല, നേരത്തെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്വാധീനത്തെക്കാൾ കൂടുതൽ ഇവിടെ സ്വാധീനം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഭരണവിരുദ്ധ വികാരത്തിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ അത് അനിൽകുമാർ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് 8 സീറ്റ് കൂടുതൽ കിട്ടുന്നത്? അന്നാണല്ലോ ഈ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊണ്ടുവരലും കാരക്കയിൽ സ്വർണ്ണമൊക്കെ കടത്തിയത്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും സീറ്റ് കൂടുതലാണ് കിട്ടുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ സ്റ്റാറ്റസ് കോ വന്നിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഉമാ തോമസ് ജയിച്ചെടുത്താണെങ്കിലും ചാണ്ടിയമ്മൻ ജയിച്ചെടുത്താണെങ്കിലും ഒക്കെ അവിടെയൊക്കെ സത്യത്തിൽ നല്ല
സഹതാപതരംഗമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ചാണ്ടിയുമ്മനെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു സഹതാപതരംഗത്തിന്റെ വോട്ട് കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള വോട്ട് ആ രീതിയിൽ കിട്ടാം. അത് പ്രത്യേകം അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒന്നുകിൽ മക്കളെ അല്ലെങ്കിൽ ഭാര്യയൊക്കെ സ്ഥാനാർത്ഥിയാക്കി വെക്കുന്നത്. അപ്പൊ അതിനായിട്ട് പരിഗണിച്ചിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവിടെ സത്യത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ്. അതിൽ ചില ഘടകങ്ങളായി വന്നിട്ടുള്ള ഒന്ന് അൻവറിൻ്റെതാണ്, രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധമാണ്. തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായ ബന്ധമുണ്ടാക്കുമ്പോൾ അവർക്ക് കൊടുക്കാവുന്ന അവർക്ക് എത്ര വോട്ടാണ്, 5000 വോട്ടാണെങ്കിൽ 5000 വോട്ട് അവർ പൂർണ്ണമായിട്ടും UDF കൊടുക്കുന്ന കാര്യം സംശയമില്ല. പക്ഷെ അതിന്റെ പേരിൽ എത്ര വോട്ട് ഇപ്പുറത്തേക്ക് മാറും എന്നുള്ള കാര്യം അത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് വോട്ടുകൾ പ്രതിഷേധ വോട്ടുകളായി മാറാം എന്നുള്ള ഒരു സാഹചര്യം UDF കണക്കുകൂട്ടേണ്ടതായി വരും അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നില്ല. ഇപ്പം AP സുന്നികൾ വളരെ കൃത്യമായിട്ട് അവരുടെ റിസാലയിൽ എഴുതിയ കാര്യം നമ്മൾ കണ്ടു. ആ നേതാവ് പരസ്യമായി പറഞ്ഞ കാര്യം നമ്മൾ കണ്ടു. EK സുന്നി വിഭാഗത്തിൽപ്പെട്ട മുക്ക ഉമർ ഫൈസി പറഞ്ഞത് രൂക്ഷമായ ഈ വിഷയം ഈ ഒരു രാഷ്ട്രീയ പരീക്ഷണം VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ രാഷ്ട്രീയ പരീക്ഷണം മലയോര മേഖലയെ ഏത് തരത്തിൽ UDF ബാധിക്കാനും സ്വാധീനിക്കാനും ഇടയുണ്ട്? ശ്രീ സജീവൻ ഒന്ന് ചുരുക്കി ചെറുതായി. ഇല്ല, VD സതീശൻ കൊണ്ടുവന്നുള്ള ഈ രാഷ്ട്രീയ പരീക്ഷണത്തില് ഒന്നുമില്ല, അവരിപ്പോ നേരത്തെ ഈ മലയോര മേഖലയിലെ വോട്ട് കിട്ടണമെങ്കിൽ ക്രിസ്ത്യൻ ബെൽറ്റാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയാൽ സ്വാഭാവികമായിട്ടും അതൊരു ഇളക്കം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെക്കാം. ആ ഗ്യാപ്പിലേക്ക് BJP കൊണ്ടുവന്ന് BJP ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ വെച്ചു. പിന്നെ ഒരു കാര്യം എന്നുള്ളത് നമുക്ക് അറിയാലോ, ഈ കേന്ദ്ര വന നിയമം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് ഒരു മാറ്റവും വരുത്താൻ പറ്റാത്തതാണ്. കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വിവരക്കേട് നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞ ഇതൊന്നും പ്രശ്നമല്ല, സംസ്ഥാനത്തിന് എപ്പോ വേണമെങ്കിലും ഏത് മൃഗത്തെയും കൊല്ലാന്നുള്ള ഒരു മൃഗത്തെ കൊന്നാൽ കൊന്ന ആൾക്ക് വിവരം അറിയുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. കൊല്ലുന്നത് ഏത് ഘട്ടം, ഒന്നാം പട്ടികയിലും രണ്ടാം പട്ടികയിലും പെടുന്ന മൃഗങ്ങളെ കൊല്ലുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം പാലിക്കാനല്ലല്ലോ കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത്, വെടിവെച്ച് കൊല്ലാന്ന്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്കും ബോധ്യം വരും. ഇപ്പൊ ഈ എന്താണ് കാട്ടുപന്നി ക്ഷുദ്രജീവി അല്ല എന്ന രീതിയിലേക്കാണല്ലോ കേന്ദ്രം പോയിട്ടുള്ളത്. ക്ഷുദ്രജീവിയാണ് പട്ടികയിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ലല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത് സംസ്ഥാനമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ജനത്തിന് അറിയാം. അപ്പൊ കേന്ദ്രത്തിന്റെ ഒരു നീക്കം നടക്കില്ല. രണ്ടാമത് ഇവിടെ UDF VD സതീശന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും അത് മലയോര വോട്ടുകൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. യെസ്, ഫലത്തിൽ മലയോരത്തും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലും എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തുന്ന തീരുമാനങ്ങൾ ഈ പ്രചാരണ കാലത്ത് അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് UDF നേതൃത്വം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു എന്ന പ്രശ്നം നിൽക്കുകയാണ്. അത് എങ്ങനെ പ്രതിഫലിക്കും എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഞാൻ റോണി കെ ബേബി, ഇപ്പോൾ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാകട്ടെ, AK ആന്റണി ഭരിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ലീഡർ K കരുണാകരൻ ഭരിക്കുമ്പോഴാകട്ടെ, 5 വർഷക്കാലത്തെ ഭരണത്തിൽ ഒരു 4 വർഷമൊക്കെ കഴിയുമ്പോൾ അന്നത്തെയൊക്കെ രാഷ്ട്രീയ വാർത്തകളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് ഓർത്തെടുത്താൽ എന്താകും? അങ്ങേയറ്റം തമ്മിലടി, മുഴുത്ത അഴിമതി ആരോപണങ്ങൾ, മാഫിയ ഭരണം എന്ന് സ്വന്തം സഹപ്രവർത്തകർ തന്നെ പറയുന്ന അനുഭവങ്ങൾ, ഗ്രൂപ്പ് പോര്, ഇതിലൊക്കെ കണ്ട് രാഷ്ട്രീയമായി ഒക്കെ മനസ്സിലാക്കുന്ന ആളുകൾ ഈ രാഷ്ട്രീയമായി കണ്ട് ആനന്ദിക്കും വിധത്തിലേക്ക് ഒരു സർക്കാരിനകത്തെ തമ്മിലടിയാണ് നമ്മൾക്ക് കോൺഗ്രസ് ഭരിച്ച ഓരോ കാലത്തും. ഞാൻ അതുകൊണ്ടാണ് ഈ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്. താങ്കൾക്കും തർക്കിക്കാൻ കഴിയില്ല. ഇതാണ് കേരളത്തിൻ്റെ ഒരു അനുഭവം. നോക്കൂ, ഇപ്പുറത്ത് 5 വർഷവും കഴിഞ്ഞ് 10 വർഷവുമായി 10ാം വർഷത്തിലേക്ക് ഒരു സർക്കാർ പോകുമ്പോൾ നിങ്ങൾ ഭരണവിരുദ്ധ വികാരം പറയുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ട ഒരു അനുഭവം പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലും എന്ന് പറഞ്ഞാൽ ജയം എന്ന നിലയ്ക്കല്ല, ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അതിൽ ഒരു ഇച്ഛാഭംഗം തോന്നേണ്ടതായ സാഹചര്യമില്ല എന്നും ഏറ്റവും ശരിയായ ഒരു സർക്കാർ പോകുന്നുവെന്നും ഈ പ്രതിപക്ഷം പറയുന്നത് പോലുള്ള ഏതെങ്കിലും ഒരു അഴിമതിയോ പ്രശ്നങ്ങളോ നാട്ടിലില്ല എന്ന ഉത്തമ വിശ്വാസത്തോടെ അവർ ആവേശകരമായി നിൽക്കുന്നത് കാണാനിടയായി. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ഇതുപോലെയും ആയിരുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. കാരണം അന്ന് പ്രതിപക്ഷം കൊണ്ടുവന്ന ചില ആക്ഷേപങ്ങൾ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശികകളുണ്ടായിരുന്നു, സിവിൽ സപ്ലൈസിൽ സാധനങ്ങളുമായി ബന്ധപ്പെട്ട അന്നത്തെ മാധ്യമ വാർത്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ ഒന്ന് ആശങ്കപ്പെടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോണി അതല്ല നിലമ്പൂരിൽ കണ്ടൊരു കാഴ്ച. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ തന്നെ വലിയ ആത്മവിശ്വാസം, അതായത് ഞാൻ പറഞ്ഞു, ഒരു 10 വർഷം ഭരിച്ച സർക്കാരിനെയാണ് അവരുടെ പ്രവർത്തകർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നത്.
പറ്റുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അതേക്കുറിച്ച് അതിനുവേണ്ടി വാദിക്കാൻ പറ്റുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് ആണെങ്കിലോ 5 വർഷം ഭരിച്ച് 3, 3.5, 4 വർഷം ആകുമ്പോഴത്തേക്ക് സ്ഥിതി മാറും. ഇതാണ് യഥാർത്ഥത്തിൽ ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൃത്യമായ ഒരു വേർതിരിവ്, വ്യത്യാസം. ഞാൻ നിലമ്പൂർ അടക്കം കണ്ട കാര്യമാണ് താങ്കളുടെ മുമ്പാകെ വെച്ചത്. ഇത് പരിശോധിക്കേണ്ടതായി വരും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, സ്ഥാനാർത്ഥി എന്നതും പ്രധാനമാണ്. ഒരുപാട് ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ട് കേട്ടു. പക്ഷേ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി രാഷ്ട്രീയ എതിരാളികൾ പോലും വളരെ സ്വീകാര്യതയോടെ, ബഹുമാനത്തോടെ സംസാരിച്ച് നാൾക്ക് നാൾ വലിയ സ്വീകാര്യത വാങ്ങുന്ന നിലയിലൊരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറുകയും ചെയ്തു. ഇതും നിലമ്പൂരെ വോട്ടർമാരുടെ മുമ്പിൽ ഇല്ലേ? ശരത്തെ, എനിക്ക് സംസാരിക്കാനുള്ള പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞോളൂ. മിനിറ്റ് ദയവ് ചെയ്ത് ഇടപെടരുത്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സജീവൻ മാഷ് അദ്ദേഹം പറഞ്ഞു, തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ സഹതാപതർക്കമാണ് അത്ര UDF-നെ ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെയെങ്കിൽ പാലക്കാട് എന്താണ് സംഭവിച്ചത്? 6 ഇരട്ടി ഭൂരിപക്ഷത്തെ ഞങ്ങൾ ജയിച്ചു. ഇവിടെ പറഞ്ഞു SDPI അല്ലെ വെൽഫെയർ പാർട്ടി, പല സംഘടനകളും അവരുടെ എല്ലാം പിന്തുണ ഞങ്ങൾ മേടിച്ചു. പക്ഷെ ജനസംഘവും BJPയും കഴിഞ്ഞ 40-30 വർഷം 80% വോട്ട് നേടിയ പാലക്കാട് നഗരസഭയുടെ ബൂത്തുകളിൽ പോലും ഞങ്ങൾ ഈ പ്രാവശ്യം മുന്നിൽ വന്നു എന്നത് അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഉള്ള യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനേക്കാൾ തീവ്രമായിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു പാലക്കാട് നടന്നത്. പക്ഷെ ആധികാരികമായ വിജയം നമ്മൾ നേടി. ഇവിടെ പറയുന്നു ഇടതുപക്ഷ പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ കാണുന്നു. കാരണം ഇടതുപക്ഷത്തെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. CPM-ന്റെ സംഘടനാ സംവിധാനത്തെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. 100% തോൽക്കുമെന്നുള്ള ഉറപ്പ് പോലും CPM അവരുടെ മുഴുവൻ സംഘടനാ സംവിധാനവും, അതുകൊണ്ടാണല്ലോ CPM ഒരു കേഡർ പാർട്ടിയാണ്, അവരുടെ മുഴുവൻ അധ്വാനവും അവർ പ്രയോഗിക്കും. ആ പാർട്ടിയുടെ ശൈലിയാണ്, ആ പാർട്ടിയുടെ രീതിയാണ്. ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അത് ഇപ്പോൾ പക്ഷേ ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് കൃത്യമായി പറയട്ടെ, ഈ മലയോര മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, മലയോര മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ജനങ്ങളുടെ ജീവൻ പ്രശ്നമാണ്. കാരണം കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ, അവർക്ക് ജനങ്ങൾക്ക് വലിയ അവരുടെ ജീവന് നേരെ ഇന്ന് നമ്മൾ കണ്ടു പാലക്കാട് ജില്ലയിൽ. അത് അവിടെ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. പാലക്കാട് ഇന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അത് സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ പറയുന്നു, ശരത്ത് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാതെ ഞാൻ മാറിപ്പോവുകയില്ല. അങ്ങ് പറഞ്ഞു വെൽഫെയർ പാർട്ടിയുടെ കാര്യം, അത് മുസ്ലിം വോട്ട് ബാങ്കിൽ എന്തായാലും വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് ഇവിടെ വളരെ കൃത്യമായി തന്നെ 2015 വരെ എന്തായിരുന്നു LDF വെൽഫെയർ പാർട്ടിയോടും ജമാഅത്തെ ഇസ്ലാമിയോട് സ്വീകരിച്ച നിലപാട് എന്താണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം അവസരത്തിലോ അനവസരത്തിലോ എന്തോ സംഭവിച്ചു, അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹം തന്നെ അത് തിരുത്തി. അത് വളരെ കൃത്യമായി തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് ഈ വിഷയങ്ങളെല്ലാം തന്നെ അവിടെ കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജാതി, മതം, അത് ഇത് വളരെ കൃത്യമായി തന്നെ UDF ശരി ഒറ്റ കാര്യം അങ്ങ് ക്ഷേമ പെൻഷൻ കാര്യം പറഞ്ഞുകൊണ്ട് 18 മാസമായി ഇവിടെ ക്ഷേമ ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ അവിടെ ജനങ്ങൾക്ക് 10-15 ലക്ഷം കേരളത്തിലെ ജനങ്ങളുണ്ട്. കെട്ടിട ക്ഷേമ നിധി ബോർഡ്, അതുപോലെ തന്നെ തയ്യൽ തൊഴിലാളി ബോർഡ്, അങ്ങനെ 15 ലക്ഷത്തോളം ആളുകൾക്ക് 18 മാസമായി ഇപ്പോൾ കുടിശ്ശികയായിട്ട് ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ ഈ നാട്ടില് ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ നിലമ്പൂരിന്റെ വികസനം, അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നിലമ്പൂരിന്റെ വികസനമാണ്. നിലമ്പൂരിന്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട റോണി, കാരണം ഏതായാലും വോട്ട് വീണ് കഴിഞ്ഞല്ലോ. അതിന് നമുക്ക് 23 കഴിഞ്ഞെടുക്കാം. പക്ഷേ ഏതൊക്കെ ഘടകങ്ങൾ എതിരാകാം, അനുകൂലമാകാം, അതിൽ വികസനത്തിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, ഭരണവിരുദ്ധ വികാരത്തിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഞാൻ CPM-മായി ബന്ധപ്പെടുത്തിയല്ല ചോദിച്ചത്, മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ, ശ്രീ സജീവൻ അത് പറയുകയും ചെയ്തു, മുസ്ലിം സമുദായങ്ങൾക്കിടയിലെ എതിർപ്പ് നിങ്ങളെ ബാധിക്കുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. CPM-മായി ബന്ധപ്പെടുത്തിയല്ല ഞാൻ ചോദിച്ചത്. ഏതായാലും താങ്കൾ അതേക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്നതുകൊണ്ടാണ് നമുക്കൊന്ന് സമയത്തിനകത്ത് ക്രമീകരിച്ചെടുക്കാം. ഞാൻ അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് വന്നിട്ട് ഈ ചർച്ച അവസാനിക്കുകയുള്ളൂ. അപ്പോഴും ഞാൻ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടൊരു താരതമ്യം അവതരിപ്പിച്ചു. സമയക്കുറവുകൊണ്ട് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അടുത്ത റൗണ്ടിൽ അതൊന്ന് സംസാരിച്ചാൽ കൊള്ളാമായിരുന്നു. ഞാൻ ശ്രീ അനിൽകുമാർ, അപ്പോഴും ഈ പാലക്കാട് ഇപ്പോൾ തൃക്കാക്കരയും പുതുപ്പള്ളിയും മാറ്റിവെച്ചു, അതിൻ്റെ ഘടകങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ പാലക്കാട് അവർക്ക് ആധികാരികമായ ജയമല്ലേ ലഭിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടാണ് നിലമ്പൂരിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിജയമുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത് ക്ഷേമനിധി വിഹിതത്തിൻ്റെ കാര്യത്തിലോ പെൻഷൻ്റെ കാര്യത്തിലോ അദ്ദേഹം സന്ദർഭവശാൽ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധതയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വെച്ച ഒരു കാര്യമുണ്ട്. ഏതായാലും എന്നാൽ മുസ്ലിം സമുദായത്തിനകത്തെ എതിർപ്പുകളെക്കുറിച്ച് നേരിട്ട് ആ വിഷയത്തെ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. ശ്രീ അനിൽകുമാർ, ഒന്ന് ചുരുക്കി നമുക്ക് ഇടവേളയിലേക്ക് പോകുമ്പോൾ. കേന്ദ്ര സർക്കാർ കേരളത്തോട് ദ്രോഹം ചെയ്തു എന്നതിനെക്കുറിച്ച് UDF സമ്മതിക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തകർക്കുന്നു, വയനാടിന് പണം തന്നില്ല, വിഴിഞ്ഞത്തിന് പണം തന്നില്ല, ഇതെല്ലാം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇതിൻ്റെ എല്ലാം നടുവിലും ഈ വൻ വികസനം ഉണ്ടായപ്പോൾ ഇതുപോലുള്ള ചില പോരായ്മകളുണ്ട്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ പ്രശ്നങ്ങളുണ്ട്, കുറേ ക്ഷേമനിധികൾ പരിഹരിക്കാൻ ബാക്കിയുണ്ട്.
ആ തൊഴിലാളിയെല്ലാം ഞങ്ങൾ സംരക്ഷിക്കും. അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൈവിട്ടൊരു കളി പിണറായി സർക്കാരിനുണ്ടാവില്ല. ഇനിയൊരു 10 മാസം കൂടി ഉണ്ടല്ലോ. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. പ്രശ്നങ്ങളില്ലെന്നല്ല. എന്തുകൊണ്ട് പ്രശ്നങ്ങളുണ്ടായി? ഞങ്ങൾക്ക് പരിഹരിക്കാൻ അല്പം സമയം തരണം. ജനങ്ങൾ സമയം തന്നു, ഇതാ പരിഹരിച്ച് കാണിക്കും. ഇതൊന്നും പരിഹരിക്കാനുള്ള യാതൊരു പദ്ധതിയും UDF-നില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പാലക്കാടുമായി ബന്ധപ്പെട്ടാണ്. 2016 നിയമസഭ, 2024 നിയമസഭ, ഈ 2 തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് LDF-ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയിട്ടുണ്ടോ? ചോദ്യം. LDF വോട്ടിൽ പിന്നോക്കം പോയില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരം. എന്തുകൊണ്ട് LDF 1-ാം സ്ഥാനത്ത് വന്നില്ല? എന്താണ് സംഭവിച്ചത്? BJP കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 2-ാം സ്ഥാനത്താണ്. BJP 2-ാം സ്ഥാനത്തുള്ള തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാതിരിക്കാൻ ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിക്കണം. ഈ ക്യാമ്പയിനാണ് ജമാഅത്തെ ഇസ്ലാമി എടുത്തത്. ഈ ക്യാമ്പയിനാണ് SDPI എടുത്തത്. അതിൻ്റെ ഫലം എന്തായി? തെരഞ്ഞെടുപ്പിന് മുമ്പ് SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും UDF-ൻ്റെ സ്ഥാനാർത്ഥി നോട്ടീസും കൊടുത്ത് അവരോടൊപ്പം സഞ്ചരിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ലഭ്യമായി. പക്ഷെ കിട്ടിയതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ്. തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചപ്പോൾ ആദ്യം ഇറങ്ങുന്ന ജാഥ SDPI എടുത്തത്, ജമാഅത്തെ ഇസ്ലാം എടുത്തത്. എന്നിട്ട് അവർ ചില ചിത്രങ്ങൾ പുറത്തു വിട്ടു. എന്താ തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വിടാത്തത്? തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്തു വിട്ടാൽ കള്ളക്കളി പുറത്തു പറയും. അപ്പോൾ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു ഏകീകരണം ഉണ്ടാക്കിക്കൊണ്ട് BJP ജയിക്കാതിരിക്കാൻ കോൺഗ്രസേ ഉള്ളൂ എന്ന ഒരു ആഖ്യാനം നിർമ്മിച്ചപ്പോൾ അതിൽ പെട്ടുപോയ ഒരു ജനതയുണ്ട് അവിടെ. അവരൊക്കെ തിരുത്തും, അവരൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കും. വ്യാജന്മാർ വന്നിട്ട് റീൽസ് എടുത്തിട്ട് കളിക്കുന്ന കളിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഈ വ്യാജത്തരമൊക്കെ കണ്ട് മനസ്സിലാക്കിയില്ലേ നിലമ്പൂരിലെ ജനങ്ങൾ? അധികമൊന്നും ആ വണ്ടി ഓടത്തില്ല. ശരി, അതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, നേരുള്ള രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഏതായാലും അത് പറഞ്ഞപ്പോൾ ഞാൻ സാന്ദർഭികമായി ഓർത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ വെച്ച് LDF സ്ഥാനാർത്ഥി M. സ്വരാജ് പറഞ്ഞത് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട, മനുഷ്യൻ്റെ വോട്ട് മതി. വർഗീയവാദികൾ ആ വർഗീയ മനസ്സ് ഉപേക്ഷിച്ച് മതനിരപേക്ഷ ചേരിയിലേക്ക് വന്നാൽ ആ വോട്ട് വേണം എന്ന് പറയുന്ന നിലയിലേക്ക് മനുഷ്യനായവൻ്റെ വോട്ട് വേണം എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തത്, നേരത്തെ ശാൽകുമാർ പറഞ്ഞപ്പോൾ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ദൃശ്യമാധ്യമം അന്നത്തെ പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയോട് ഇങ്ങനെ വർഗീയതയോടുള്ള നിലപാട് ചോദിക്കുമ്പോൾ അദ്ദേഹം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു ബിസ്ക്കറ്റ് എടുത്ത് വായിലിട്ടു. പിന്നീട് അത് ഇവിടെ നിലമ്പൂർ അത് സാന്ദർഭികമായി പലരും പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ ബിസ്ക്കറ്റ് കഴിച്ചതല്ലാതെ വർഗീയതയ്ക്കെതിരായ നിലപാട് ആ ബിസ്ക്കറ്റ് വായിക്കുള്ളിലുണ്ടായിരുന്നതുകൊണ്ട് പറയാതെ അന്നത്തെ സ്ഥാനാർത്ഥി രക്ഷപ്പെട്ടു എന്ന് പറയുന്നൊരു വലിയ ചർച്ച നമ്മുടെ നാട്ടിൽ സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യങ്ങളിലുമൊക്കെ ഉണ്ട് എന്നതുകൂടി സാന്ദർഭികമായി ഓർത്തു ശ്രീ അനിൽകുമാർ പറഞ്ഞപ്പോൾ. ശ്രീ സജീവൻ, 2 കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ ഞാൻ ശ്രീ റോണി കെ ബേബിയോട് സംസാരിച്ചപ്പോൾ LDF സർക്കാരും UDF സർക്കാരും തമ്മിലുള്ള ഒരു താരതമ്യത്തിലൂടെ ഇടതുമുന്നണി പ്രവർത്തകർക്ക് ഇപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ അന്തസ്സ്, അഭിമാനം അല്ലെങ്കിൽ രാഷ്ട്രീയ അന്തസ്സ് എത്രമാത്രമാണ് എന്ന് ഒരു ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ പ്രചാരണ രംഗം കണ്ടയാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയുണ്ടായി. താങ്കൾ അതിനോട് എത്രമാത്രം യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യും? ഒന്ന്. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ വന്നത് സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വന്നിട്ടുള്ളൊരു വലിയ ചർച്ചയുണ്ട്, വലിയ സ്വീകാര്യത നേടി. അതിലൊന്നും ഒരു തർക്കവും രാഷ്ട്രീയ എതിരാളികൾക്ക് പോലുമില്ല. അത്ര ശക്തമായ സ്വാധീനവും സാന്നിധ്യവുമായ ആ സ്ഥാനാർത്ഥി മാറി. ആ സ്ഥാനാർത്ഥിയെ വെച്ച് മറ്റ് സ്ഥാനാർത്ഥികൾ താരതമ്യം ചെയ്യുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന നില സ്വാഭാവികമായും വോട്ടർമാർക്കിടയിൽ വന്നിട്ടുണ്ടാവില്ലേ? ചെറുപ്പക്കാരെ, ആദ്യ വോട്ട് ചെയ്യുന്ന ആളുകളെ, സോഷ്യൽ മീഡിയയിലുള്ള സ്വരാജിൻ്റെ സാന്നിധ്യമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സവിശേഷതയായി മാറാം? തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ നിലമ്പൂരിന്റെ ചരിത്രത്തിൽ കുറെ കാലമായിട്ട്, കുഞ്ഞാലിയുടെ കാലത്തിന്റെ സംഭവം എനിക്ക് കൃത്യമായിട്ട് അറിയാത്ത ഒരു കാര്യമാണ്. പക്ഷെ അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരാളെന്ന നിലയിൽ അന്നൊക്കെ കണ്ട LDF-ന്റെ ആവേശത്തിനേക്കാൾ 10 മടങ്ങ് ആവേശം ഇത്തവണ ഒറ്റക്കെട്ട, പ്രത്യേകിച്ച് CPM പ്രവർത്തകര്, LDF-നെ മൊത്തമായി പറയുമ്പോൾ അങ്ങനെ പറയുന്നു, പക്ഷെ SFI പ്രവർത്തകര്, DYFI പ്രവർത്തകരൊക്കെ അങ്ങേയറ്റ ആവേശത്തിലായിരുന്നു. രണ്ടാമത്തത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. സ്വരാജ് സ്ഥാനാർത്ഥിയാണ് എന്നത് പലപ്പോഴും അത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയ ആവേശം അത് നമ്മൾ കണ്ടതാണ്. എഴുത്തുകാര്, സാമൂഹ്യ പ്രവർത്തകര്, എല്ലാ മേഖലയിലുള്ള ആളുകൾ തികഞ്ഞ ആവേശത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിന്നുള്ളത്. വേറൊരു കാര്യം, സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത, അദ്ദേഹം വളരെ മാന്യമായിട്ട് തന്റെ എതിരാളിക്കെതിരെ പോലും ഒന്നും പറയാതെ ഒരു തരത്തിൽ മാന്യമായ രൂപത്തിൽ മാത്രം പ്രതികരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യം കൂടി പറയേണ്ടത്. അത് നിലമ്പൂരിലെ സാധാരണ വോട്ടർമാർക്ക്, ഈ CPM-ന് വോട്ട് ചെയ്യുന്ന, LDF-ന് വോട്ട് ചെയ്യുന്ന
ആളുകൾ അല്ലാത്ത ആളുകൾക്ക് പോലും സ്വീകാര്യമായ ഒരു സമീപനമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. റൈറ്റ്. റോണി കെ ബേബി, അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വി വി പ്രകാശിൻ്റെ വീട്ടിൽ എന്തുകൊണ്ട് പോയില്ല എന്ന് ഇന്ന് ചോദിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് UDF വോട്ടുകളിൽ ഭിന്നത, വിള്ളൽ വീഴ്ത്താൻ നോക്കേണ്ട എന്ന മറുപടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുടുംബവും ആ വിഷയവും പോലും ഒരു UDF വോട്ടുകളിലെ വിള്ളൽ എന്ന നിലയിൽ മാത്രമാണ് ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി കാണുന്നത് എന്ന പ്രശ്നം അവിടെയുണ്ട്. മറുഭാഗത്ത് ആ വീട്ടിലടക്കം പോയ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി അതടക്കമുള്ള കാര്യങ്ങളിൽ പൊതുസമൂഹത്തോടെ എങ്ങനെയാണ് ആ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ളതും നമ്മുടെ മുമ്പിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പാണ്, വ്യക്തികളും പ്രധാനമാണ്, സ്ഥാനാർത്ഥികൾ പ്രധാനമാണ്, സ്ഥാനാർത്ഥി മികവ് പ്രധാനമാണ്. അതും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിലേക്കുള്ള നിങ്ങൾക്ക് തിരിച്ചടിയുടെ ഒരു ഘടകമായി നിലമ്പൂരിൽ മാറും എന്ന് പറഞ്ഞാൽ എന്തു പറയും മറുപടി? വി വി പ്രകാശിന്റെ കേൾക്കുന്നില്ല, മ്യൂട്ടാണെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ. വി വി പ്രകാശിന്റെ വീട്ടില് എന്തുകൊണ്ട് സ്ഥാനാർത്ഥി ചെന്നില്ല എന്നതിന് വളരെ വ്യക്തമായ ഉത്തരം ഇന്ന് വി വി പ്രകാശിന്റെ കുടുംബം പറഞ്ഞു. ഇതോടുകൂടി ആ ചാപ്റ്റർ അവസാനിച്ചു. ഞാൻ അതിലേക്ക് ചർച്ചയിലേക്ക് പോകുന്നില്ല. രണ്ട്, സ്വരാജിനെ ഞങ്ങൾ ഒരിക്കലും ഒരു മോശം സ്ഥാനാർത്ഥിയായിട്ട് കാണുന്നില്ല. CPM-ന്റെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് സ്വരാജ്. പക്ഷെ അതിനേക്കാൾ ഒരു കോടി കൂടി മുന്നിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി കാണുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, നഗരസഭാ ചെയർമാൻ ആയിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അവാർഡ് കിട്ടിയതാണ്. അതെല്ലാം സ്വയം ചർച്ച. പിന്നെ ലോക്കലിൽ ഉയർന്ന ഒരു ചോദ്യം ഞാൻ നേരിട്ട് കേട്ടത്, എന്തുകൊണ്ടാണ് ഇത്രയും മിടുക്കനായ സ്ഥാനാർത്ഥിയെ സ്വരാജിനെ അദ്ദേഹത്തിന് സ്വന്തം ഫണ്ടായിട്ടുള്ള നിലമ്പൂരിൽ CPM മത്സരിപ്പിച്ചില്ല? 2016 മത്സരിപ്പിച്ചില്ല, 2021 മത്സരിപ്പിച്ചില്ല. അതിനു മുമ്പ് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ജന്മനാട്ടിൽ അവസരം കൊടുത്തില്ല എന്നൊരു ചോദ്യം അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് അവിടെ കേൾക്കുവാനിടയായി എന്നതുകൂടി എന്നോട് ചൂണ്ടിക്കാണിച്ചു. ഏതായാലും UDF-ന്റെ ആ പരിഭവം അല്ലെങ്കിൽ നിലമ്പൂരുകാരുടെ ഒരു പരിഭവം അങ്ങ് മാറാൻ പോകുമായിരിക്കും അല്ലേ റോണി? കാരണം അദ്ദേഹം ജന്മനാട്ടിൽ വന്ന് മത്സരിക്കുന്നു, 23-ാം തീയതി വോട്ടെണ്ണാൻ പോകുന്നു. അനിൽകുമാർ എന്ത് പറയും? നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അല്ല, സ്വരാജ് എന്ന് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. നിയമസഭയിലൊക്കെ അദ്ദേഹം നല്ല നിലയ്ക്ക് പെർഫോം ചെയ്ത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇന്ന് കേരളം എത്തിപ്പെടേണ്ട ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ന് പറയുന്നത് ആളുകളെ ചേർത്ത് നിർത്തുകയും ആളുകളെ അംഗീകരിക്കുകയും വ്യക്തികളെ അംഗീകരിക്കുകയും വ്യക്തിത്വങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ്. അവിടെ PV അൻവറിനെതിരായി മികച്ച പെർഫോമൻസ് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയേക്കാൾ നടത്താൻ കഴിഞ്ഞ ഒരാളാണ് പ്രകാശൻ. അത് അംഗീകരിക്കുമല്ലോ. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയേക്കാൾ PV അൻവറിനെതിരെ മികച്ച പെർഫോമൻസാണ് അന്തരിച്ചു പോയ ബഹുമാനപ്പെട്ട വി വി പ്രകാശൻ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു സ്വാധീനമില്ലാത്തവരാണോ? അവർക്ക് 2 വോട്ട് മാത്രമേ ഉള്ളൂ. ആ 2 വോട്ട് മാത്രമായി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെയും മകളെയും ന്യൂനീകരിച്ചു എന്നുള്ളത് UDF സ്ഥാനാർത്ഥി ചെന്നുപെട്ട പതനത്തിൻ്റെ ആഴമാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ UDF-ലെ കെട്ടുറപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുന്നതായിരുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ കുറ്റബോധത്തിൻ്റെ വേട്ടയാടലാണ് ആ വീടിൻ്റെ പടി ചവിട്ടാൻ UDF-ന്റെ സ്ഥാനാർത്ഥിയെ വിലക്കിയത്. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇത്തരം കാര്യങ്ങളെല്ലാം. UDF-ന്റെ ക്യാമ്പ് ഭദ്രമായിരുന്നില്ല. കടുത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കണ്ടത്, വ്യക്തിപരമായിട്ടല്ല. അതുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, LDF കേരളത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. നിലമ്പൂരിലെ ജനങ്ങളെ മാത്രമല്ല, കേരളത്തെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കായി. ഇവിടെ ഞങ്ങൾ കുതിപ്പാരംഭിക്കുകയാണ് തുടർ ഭരണത്തിലേക്ക്. അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ശരി, ഏതായാലും ഇരുമുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം എത്രമാത്രം ഏതൊക്കെ തരത്തിൽ സ്വാധീന ഘടകങ്ങളായി മാറുന്നു, ഏതൊക്കെ വെല്ലുവിളികളായി മാറുന്നു എന്നത് സംബന്ധിച്ച സ്വാഭാവികമായി ഉയരുന്ന ചോദ്യങ്ങളും ആകാംക്ഷകളും തന്നെയാണ് ഈ ചർച്ചയ്ക്കും ഇടവരുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ചർച്ചയിലും പരിശോധിച്ചത് അത്തരം ഘടകങ്ങൾ തന്നെയാണ്. വളരെയധികം 3 പേർക്കും സഹകരിച്ചതിന് ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.